പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ തോമസ് ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ തോമസിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ലോർഡ് പാസ്റ്റേ. കർത്താവിൻ്റെ ദാസിനെ അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ പേര് ജോൺസൺ തോമസ് എന്നാണ്. ഞാൻ പന്തളത്തു നിന്നാണ് സ്തോത്രം ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. ഞാൻ ഒരു പുതിയ പ്രവർത്തനം ചെയ്യുന്നു, ചർച്ചുകൊണ്ട് ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ കുടുംബമായി, എൻ്റെ വൈഫ് സ്തോത്രം ബിൻസി എന്നാണ്, എനിക്കൊരു മകനുണ്ട് സ്തോത്രം മോസസ് ജയ എന്നാണ്. ഞാൻ കുടുംബമായി പന്തളത്തായിരിക്കുന്നു, ഇവിടെ പ്രവർത്തിക്കുന്നു. കർത്താവിൻ്റെ ദാസിനെ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുവാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ബാല്യകാലം മുതലിഞ്ഞോട്ടുള്ള നല്ല ഓർമ്മകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. ദൈവത്തിന്റെ വലിയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസ്ഥലയിലായിരിക്കുന്ന കർത്താവിന്റെ ശക്തരായിരിക്കുന്ന ദൈവദാസന്മാർ, പ്രത്യേക കർത്താവദാസൻ ഡാനിയൽ ജോൺ പാസ്റ്റർ, ഈ അരോമ ടിവിയിൽ പങ്കെടുക്കുന്ന എല്ലാ അഭിഷക്തരായിരിക്കുന്ന ദൈവദാസിദാസന്മാർക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്ത നസ്രാന യേശുവിന്റെ സ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ, എന്റെ സന്ധ്യാവന്ദനത്തെ ഞാൻ ആദ്യം. എന്റെ പേര് ജോൺസൺ തോമസ് എന്നാണ്. ഞാൻ പന്തളം താമസിച്ച് കർത്താവിൽ വേല ചെയ്യുന്നു. എന്റെ ഭാര്യ ബിൻസി എന്നാണ്. എനിക്കൊരു മകനുണ്ട്, മോസസ് ജയ എന്നാണ്. കുഞ്ഞ് UKG പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളിവിടെ താമസിച്ചു വർക്ക് ചെയ്യുന്നു. എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എൻ്റെ ബാല്യകാലത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, അതിനു മുൻപായി എന്നെ എനിക്കൊരു പിതാവുണ്ട്, ഒരു മാതാവുണ്ട്, സഹോദരിയുണ്ട്, സഹോദരനുണ്ട്. സഹോദരി വിവാഹിതയാണ്, സഹോദരിക്ക് ഒരു മകനുണ്ട്. എൻ്റെ സഹോദരൻ വിവാഹിതനാണ്, സഹോദരന് ഒരു 2 കുഞ്ഞുങ്ങളുണ്ട്. അവർ കുടുംബമായി സന്തോഷത്തോടെ ആയിരിക്കുന്നു. എൻ്റെ സ്വദേശം പെരുമ്പാവൂരാണ്. എന്നാൽ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതെല്ലാം സ്തോത്രം പെരുമ്പാവൂരല്ല, തകഴി എന്ന പ്രദേശത്താണ്. ഞങ്ങള് ശ്രീസൈ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ആ ജീവിതത്തിൽ മുന്നോട്ട് കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ യേശുവിനെ രുചിച്ചറിയുവാനോ, യേശുവിനെ കുറിച്ച് അറിയുവാനോ, അതിന്റെ മഹത്വം ആരായവന കഴിയാതെ പോകും. എന്നാൽ എൻ്റെ പിതാവ് തികഞ്ഞ മദ്യപാനിയോ ഒന്നും അല്ല എങ്കിൽ തന്നെ, കൂട്ടുകാർ ചേർന്ന് മദ്യപിക്കാറുണ്ടെങ്കിൽ തന്നെയും സ്തോത്രം അങ്ങനൊരു ദുർശീലമോ അല്ലെങ്കിൽ അങ്ങനൊരു ആ പാതയിലൂടെ കടന്നു പോകിയിട്ടില്ല. അപ്പോൾ തന്നെ എൻ്റെ പിതാവ് വലിയൊരു ചീട്ട് കളിക്കാരനാണ്. ഭയങ്കര ചീട്ടുകളി എന്ന് വെച്ചാൽ അതൊരു പുള്ളിക്കാരൻ, എൻ്റെ പിതാവിന് ഭയങ്കര അതിനോടുള്ള ഒരു അകമഴിഞ്ഞ ഒരു അറ്റാച്ച്മെന്റ് അല്ല അതിനോടുണ്ടായിരുന്നു. കിട്ടുന്ന കാശ് മുഴുവനും, അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന കാശ് മുഴുവനും വീട്ടിൽ കൊടുക്കാതെ ചീട്ട് കളിക്കാനായിട്ട് കടന്നു പോകും. എന്നിട്ട് വലിയ തോൽവി സമ്പാദിച്ച് കണക്കും അതുപോലെ ഒക്കെ ഞാത്തിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്ന ഒരു അനുഭവം എൻ്റെ സഹോദരിയും മാതാവും പറഞ്ഞ അനുഭവങ്ങൾ ഞാൻ ഓർക്കുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിനെ അറിയാതെ കടന്നുപോയ, അല്ലെങ്കിൽ യേശുവിലൂടെയുള്ള സന്തോഷമോ അല്ലെങ്കിൽ യേശുവിലൂടെയുള്ള സമാധാനമോ അനുഭവിക്കുവാൻ കഴിയാതെ പോയ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നു. കാരണം ജീവിതത്തിൽ പരീക്ഷകളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെയും കടന്നു വന്ന സന്ദർഭങ്ങളിൽ
എൻ്റെ മാതാവ് സ്തോത്രം പിതാവിന്റെ ഭവനത്തിൽ ആയിരിക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ പലവിധമാകുന്ന ശാരീരികമായും മാനസികമായും ഒത്തിരി ക്ലേശങ്ങൾ അഭിമുഖീകരിച്ച സന്ദർഭങ്ങളുണ്ട്. ആ സമയത്ത് ഞങ്ങൾക്ക് ഭവനമില്ല, ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അമ്മയ്ക്ക് ദൈവമായിട്ടുള്ള ഒരു ആത്മീയ ബന്ധം ആ കാലഘട്ടത്തിൽ അമ്മ ഉണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം. ദൈവമേ, എന്നാ ഞങ്ങളുടെ ഈ സ്ഥിതി മാറുന്നത്, ഞങ്ങൾക്കൊരു ഭവനം എപ്പോഴാ തരുന്നത് എന്ന് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അമ്മ സ്തോത്രം അന്നത്തെ ഒരു സിനിമാ ഗാനം പോലെ, അല്ലെങ്കിൽ ഒരു നാടക ഗാനം പോലെ ഒരു ഗാനം ഉണ്ടായിരുന്നു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്പാൻ മണ്ണിന് ഇടമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പാടിയ സന്ദർഭമാണ്. പിൽക്കാലത്ത് ഞങ്ങൾ അത് പറഞ്ഞ് സ്തോത്രന്റെ അമ്മ ചുമ്മാ തമാശയ്ക്ക് കളിയാക്കിയ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ആ സ്ഥിതിയെ ദൈവം മാറ്റി, അന്ന് സ്തോത്രം ദൈവം ഞങ്ങൾക്ക് മനോഹരമായ ഭവനം ഇക്കാലത്ത് ദൈവം തരുവാനാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ വിശ്വാസത്തിലേക്ക്, അല്ലെങ്കിൽ പെന്തക്കോസ്തൽ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് തൊട്ട് മുൻപ് ഞങ്ങളുടെ ജീവിതത്തിൽ പലവിധമാകുന്ന ശോധനകൾ കടന്നു. ഒരിക്കൽ എൻ്റെ പിതാവും മാതാവും അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ട ഒരു സ്വപ്നം. ആ സ്വപ്നം ഇപ്രകാരമാണ്: എൻ്റെ സഹോദരിയെ കുളിച്ചൊരുക്കി അവൻ നിർത്താനായിട്ട് ഒരു മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുകയാണ്, ഇവൾക്ക് വേണ്ടി ഒരു സ്പോൺസർ, അല്ലെങ്കിൽ ഇവൾക്ക് വേണ്ടി ഇവളെ അമ്മ സ്തോത്രം കൊണ്ടുപോകുവാൻ. അതായത് ദൈവത്തിന് ഇവളെ കൊണ്ട് ആവശ്യമുണ്ട്, ഇവളെ കൊണ്ടുപോകുവാൻ ഒരിക്കൽ ഇന്ന ദിവസം എന്ന് ഞങ്ങൾ പറയുന്നില്ല, ആ വരുന്ന ദിവസത്തിൽ ഈ കുഞ്ഞിനെ ഞങ്ങൾ അറിയിക്കും. ആ ദിവസത്തിൽ ഇവളെ ഒരുക്കി നല്ല നല്ല ഒരു രീതിയിൽ നിർത്തണം. അന്നേ ദിവസത്തിൽ ആ പെൺകുട്ടിയുടെ വിവാഹ എങ്ങനെ നടത്തുന്നുവോ അതുപോലെ നിങ്ങൾ ഒരുക്കി നിർത്തണം. നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെയും നിങ്ങളുടെ ആൾക്കാരെ എല്ലാവരെയും അറിയിച്ചോണം. ആരെയൊക്കെ അറിയിക്കാമോ അവരെല്ലാം അറിയിച്ച് നിങ്ങളെ കൂട്ടി നിർത്തണം എന്ന് പറഞ്ഞ ആ സഹോദരി സ്തോത്രം അങ്ങനെ നിൽക്കുന്ന ഒരുക്കി അന്നേ ദിവസത്തിൽ ഒരുക്കി കുട്ടപ്പയായി നല്ല സുന്ദരിയായിട്ട് ഒരുക്കി നിർത്തി. ആ നിർത്തുന്ന സമയത്ത് വന്ന ആ പുരുഷൻ ഇങ്ങനെ പറഞ്ഞു, ഈ പെൺകുട്ടി ഇരിക്കുന്ന പായിൽ മറ്റാരും വന്നിരിക്കരുത്. അങ്ങനെ വന്നിരുന്നാൽ ആ പെൺകുട്ടിയെ കൂടെ ആര് വന്നിരിക്കുന്നോ ആ വ്യക്തിയെയും കൊണ്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഈ പെൺകുട്ടി കൊണ്ടുപോയി ഒരു നല്ല പായിൽ ഇരുത്തി. എന്നിട്ട് ആ സമയത്ത് ഈ പെൺകുട്ടിയെ എതിരേൽക്കുവാൻ വേണ്ടി, കൊണ്ടുപോകുവാൻ വേണ്ടി കുറെ പേര് കടന്നു വരികയും, കടന്നു വരുന്ന സമയത്ത് ഒരു കൊച്ചുകുട്ടി നീന്തി ആ പെൺകുട്ടി ഇരിക്കുന്ന പായിലേക്ക് കയറി ആ സഹോദരിയോട് ആ പെൺകുട്ടിയോട് ചേർന്നിരുന്ന ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ സഹോദരന്മാരും മറ്റുള്ളവരെല്ലാവരും കൂടെ കടന്നു വന്ന അവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ പെൺകുട്ടി ഇരിക്കുന്ന പായിൽ മറ്റാരും കടന്നു വരരുത്, അതുകൊണ്ട് ഞങ്ങൾ ഈ കുട്ടിയും കൊണ്ട് പോകുവാന്ന് പറഞ്ഞു. ഈ കുട്ടിയെ എടുത്തോണ്ട് അവര് പോകാൻ. ഈ സ്വപ്നം കണ്ട് മാതാവ് ചാടി എഴുന്നേറ്റ് നിലവിളിച്ചുകൊണ്ട് എഴുന്നേറ്റു. ഇതേ സന്ദർഭത്തിൽ ഇതേപോലെ ഇതേ സെയിം തന്നെ സ്വപ്നം എന്റെ പിതാവ് കണ്ടു. അവർ രണ്ടുപേരും ചാടി എഴുന്നേറ്റ് കിടക്കയിൽ ഇരിക്കുമ്പോൾ അവർക്ക് പരസ്പരം ഈ വിഷയങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യുവാൻ കഴിയുന്നില്ല. എന്താ പറയേണ്ടത്, എന്തുവാ
അതിനെക്കുറിച്ചുള്ള ഒരു വികല്പം അല്ലെങ്കിൽ ഒരു വിഷമം അവരുടെ ജീവിതത്തിലുണ്ടായി. അവർ അല്പസമയം കഴിഞ്ഞ് അവർ തികച്ചുകൊണ്ട് എന്റെ മാതാവ് ആ സ്വപ്നം എന്റെ പപ്പയോട് പോയി. എന്റെ പപ്പ സ്തോത്രം ഇതേപോലെ ഒരു സ്വപ്നം ഞാനും കണ്ടു. ഈ സ്വപ്നത്തെ കുറിച്ച് അവര് ആവലാതിയോടെ ആരത്തോടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ അടുത്ത് നിന്ന 2 ദൈവദാസന്മാർ ലേഖ ആയിട്ട് കടന്നു വരുന്നു. സുവിശേഷം പറയാനായിട്ട് കടന്നു വരുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ ഭവനത്തിൽ കയറിയപ്പോൾ ഞങ്ങളുടെ ഭവനത്തിലെ എന്റെ പിതാവിനോടും മാതാവിനോടും അതുവരെ അല്ലെങ്കിൽ ഞങ്ങളുടെ അതുവരെ ദേവദാസന്മാര് ആരും കടന്നു വന്നാൽ ഞങ്ങളെ കയറ്റത്തില്ല. അവരോട് പറയുന്നത് ഞങ്ങള് വിശ്വാസികളാണ്, ഞങ്ങളും ആരാധനയ്ക്ക് വന്നാൽ ഞങ്ങൾ യേശുവിനെ അറിയുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങളുടെ സുവിശേഷം പറയണം നിങ്ങൾ മറ്റുള്ള എന്ന് പറഞ്ഞുള്ള രീതിയിൽ പറഞ്ഞു വിട്ടതാണ്. അന്ന് പ്രഭാതത്തിൽ അവർ കടന്നു വന്നപ്പോൾ അവരെ ഇരുത്തി അവരോട് ഞാൻ ഈ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ദേവദാസന്മാർ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് യാക്കോബിന്റെ ജീവിതത്തെക്കുറിച്ചും യാക്കോബിന്റെ അനുഭവത്തെക്കുറിച്ചും അബ്രഹാമും ഇസഹാക്കും തമ്മിലുള്ള മോറിയാമലയിലുള്ള യാഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള അനുഭവങ്ങളെ കുറിച്ചൊക്കെയും അവർ തിരുവഴുത്തിന്റെ വെളിച്ചത്തിൽ ഞങ്ങളോട് സംസാരിക്കുവാനും യേശു ക്രിസ്തുവിന്റെ ജീവിതാനുഭവവും കഷ്ടാനുഭവത്തെക്കുറിച്ചും ഞങ്ങളോട് അറിയിക്കുവാൻ തക്കണം. അന്ന് സ്തോത്രം ഞങ്ങൾ തീരുമാനമെടുത്ത് ദൈവസ്ഥനിലേക്ക് ഇറങ്ങിത്തിരിക്കാനുണ്ട്. എന്റെ പപ്പ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അമ്മ കാർഷിക അതായത് കൃഷി മേഖലയിൽ സ്തോത്രം എന്റെ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളുടെ പ്രദേശത്ത് അതായത് എന്റെ ജന്മദേശം എന്ന് പറയുന്നത് തകഴിയാണ്. ആ തകഴിയില് 6 മാസം വെള്ളവും 6 മാസം കരയുമായി നിൽക്കും. 6 മാസത്തിൽ തൊഴിലുണ്ട്. 6 മാസം കഴിഞ്ഞാൽ അവിടെയുള്ള മേഖലയിൽ ആർക്കും തൊഴിലില്ല. അങ്ങനെ ഒരു കാലഘട്ടം മുൻപുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം വന്നാൽ ആർക്കും തൊഴിലില്ല. പിന്നെ വെള്ളപ്പൊക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാർഷിക ഒന്നാം കൃഷി അല്ല 2ാം കൃഷി ഇറക്കുന്ന സമയത്തെ പിന്നെ വർക്കുകളുള്ളൂ. പിന്നെ അല്ലെങ്കിൽ മറ്റുള്ള ജോലിയിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വർക്കിലേക്ക് തുടർന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കൃഷി പണികൾ ചെയ്തുകൊണ്ട് എന്റെ മമ്മ പോകുന്നു, എന്റെ പിതാവ് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ കടന്നുപോയ സന്ദർഭത്തിലാണ് ഈ സ്വപ്നം കാണുകയും അതേ തുടർന്ന് ദൈവദാസന്മാർ ഞങ്ങളോട് വന്ന് ദൈവവചനം പറയുകയും അതേ തുടർന്ന് ഞങ്ങള് വിശ്വാസത്തിലേക്ക് തിരിക്കാനായിട്ട് കഴിഞ്ഞു. എന്റെ 6 മാസം പ്രായമുള്ള സമയത്താണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. എന്റെ സഹോദരിയുടെ അടുക്കലേക്ക് നീന്തിപ്പോയ ആ കൊച്ചുകുട്ടി ഞാനായിരുന്നു. ഈ സ്വപ്നത്തെ തുടർന്ന് വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ, ഈ പെന്തക്കോസ്തൻ അനുഭവത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ എന്റെ പപ്പയുടെ സഹോദരങ്ങൾ, ചാർച്ചക്കാർ, ബന്ധുക്കൾ എല്ലാവരും ഞങ്ങളെ തഴഞ്ഞു. എന്റെ മമ്മയുടെ സഹോദരങ്ങള് അവരെല്ലാം ഭാഗികമായിട്ട് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞില്ല. എങ്കിൽ തന്നെയും അവർക്കും ചെറിയൊരു പ്രയാസം ഞങ്ങളോടുണ്ട്. എന്നാൽ എന്റെ പപ്പയുടെ അവകാശത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭവനത്തിൽ നിന്ന് യാതൊരു ഓഹരിയോ അവകാശമോ ഞങ്ങൾക്കൊരു വീട് വയ്ക്കുവാനുള്ള സ്ഥലമോ ഒന്നും തരാതെ ഞങ്ങളെ തള്ളി. ഞങ്ങൾ അവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങി ഞങ്ങൾ മറ്റൊരിടത്തേക്ക് താമസമാക്കുവാൻ എന്റെ പപ്പയുടെ ബിസിനസ് മേഖല മറ്റൊരാൾക്ക് വിൽക്കുവാൻ അതിൽ നിന്ന് ലഭിച്ച പണം കൊണ്ട് അന്ന് കാർഷിക മേഖലയിൽ ലഭിക്കുന്ന ഈ കച്ചി അല്ലെങ്കിൽ ഈ നെല്ലിന്റെ കച്ചി എടുത്ത് സ്വരൂപിച്ചിട്ട് അത് വിൽക്കുമായിരുന്നു. അപ്പോൾ തന്നെ മറ്റൊരു ബിസിനസ്സുകൾ ഉണ്ടായിരുന്നു.
ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഞങ്ങൾക്ക് സ്ഥലം വേണം, അവിടെ ഒരു വീട് വയ്ക്കണം. അതിനുവേണ്ടി കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കടയായിരുന്നു. ആ കടയും അപ്പോൾ തന്നെ ഈ മറ്റ് സമ്പാദ്യങ്ങളെല്ലാം കൂട്ടി ഞങ്ങൾ ഈ സ്ഥലം വാങ്ങുവാനും അവിടെ ചെറിയൊരു ഓലപ്പുര പണിയുവാൻ തമ്മിലുണ്ടായി. അവിടേക്ക് ഞങ്ങൾ സ്ഥലം മാറി. അവിടെ താമസിക്കുമ്പോൾ ലഭിക്കുന്ന നന്മ കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞുകൂടി. അവിടെ 6 മാസം ജോലിയുണ്ട്. 6 മാസം കഴിഞ്ഞാൽ പിന്നെ യാതൊരു പണിയില്ല. ആ കാലഘട്ടത്തിൽ തൊഴില് കുറവായിരുന്നു ആ മേഖലകളിലൊക്കെ. അന്ന് ജീവിതം കുഞ്ഞുങ്ങളും ഞങ്ങളെല്ലാം കൂടെ മുന്നോട്ട് കടന്നു പോകേണ്ടതിന് എന്റെ പിതാവ് ഒരു തൊഴില് കണ്ടെത്തി. ചെറിയ ചായക്കടയും അതുപോലെ തന്നെ മുറുക്കാൻ കടയും അതുപോലെ തന്നെ വീട് തീർപ്പും ഇതൊക്കെയായിട്ട് ചെറിയ തോതിലൊരു കട തുടങ്ങി. അങ്ങനെ മുന്നോട്ട് കടന്നു പോയപ്പോൾ വീട് തീർക്കുന്ന സമയത്ത് കൈക്ക് നീര് കൊണ്ടു കയറും. വീണ്ടും ശാരീരിക പ്രയാസങ്ങള്, പെട്ടെന്ന് ആ വർക്കുകളെല്ലാം നമ്മെ നിലച്ചു പോകുന്നു. ഒന്ന് കോൺഫിഡൻസ് കിട്ടാതെ സാമ്പത്തിക ഞെരുക്കങ്ങള്, പ്രയാസങ്ങള് ജീവിതത്തിലേറെ കടന്നു വന്നു. എന്റെ പപ്പയുടെ സഹോദരങ്ങളോ അതുപോലെ തന്നെ മറ്റ് ബന്ധുക്കളോ ആരും തന്നെ ഞങ്ങളോട് സഹകരിക്കുന്നില്ല. ഒരു വിവാഹമാകട്ടെ, ഒരു മരണമാകട്ടെ, മറ്റുള്ള വിശേഷ ദിവസങ്ങളിലൊന്നും ഞങ്ങളെ അതിൽ പങ്കെടുപ്പിക്കാതെ ഞങ്ങളെ മാറ്റി നിർത്തിയ അനുഭവങ്ങൾ. രക്തം ചുരുക്കത്തെ പറഞ്ഞാൽ പാറയുടെ പിളർപ്പിലും കടന്തൂക്കിന്റെ മറവിൽ ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ എന്ന് തിരുവഴുത്തിൽ വായിക്കുന്നത് പോലെ ആ പ്രാവ് മറ്റു പ്രാക്കളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ ഇതിനെ ഓടിക്കുന്നത് പോലെ. കാരണം ഈ ന്യായപ്രമാണത്തില് അവരുടെ ശുദ്ധീകരണ നിയമത്തിനനുസരിച്ച് 2 പ്രാവിനെ കൊണ്ടുവന്ന് ഒരു പ്രാവിനെ കഴുത്ത് തിരിച്ച് അതിന്റെ രക്തമെടുത്ത് ഈ ജീവനുള്ള പ്രാവിന്റെ ദേഹത്ത് പുരട്ടുകയും കുറച്ചെടുത്ത് വിശുദ്ധ സ്ഥലത്ത് തളിക്കുകയും ചെയ്യും. ആ രക്തമെടുത്ത് ഈ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ആ വ്യക്തിയുടെ മേൽ തളിക്കുന്നു. എന്നിട്ട് ഈ ജീവനുള്ള പ്രാവിനെ പറത്തി വിടുമ്പോൾ ഈ പ്രാവ് പറന്നുപോയി മറ്റു പ്രാക്കളുടെ കീഴിലേക്ക് ചെല്ലുമ്പോൾ ആ മറ്റു പ്രാക്കുകൾ ഇതിനെ കൂട്ടത്തിൽ ചേർക്കാതെ, കൂട്ടത്തിൽ നിർത്താതെ മറ്റ് ഇതിന്റെ ഇണപ്രാവിനെ ഇത് കൊന്നു കളഞ്ഞു എന്നുള്ള ഭാവത്തിൽ ഇതിനെ കൊത്തി ഓടിക്കും, ഇതിനകറ്റും. ആ സമയത്ത് ഇത് പറന്ന് പാറയുടെ പിളർപ്പിലേക്ക് അല്ലെങ്കിൽ കടന്നൂക്കിന്റെ മറവിലേക്ക് ഇത് ചെന്ന് നിന്ന് ഉറുകുന്നത് പോലെ ഇതേ അനുഭവമായിരുന്നു ഞങ്ങൾ കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകൾ, പ്രതികൂല സാഹചര്യങ്ങൾ വളരെയേറെ. എന്റെ ബാല്യം മുതൽ ഞാൻ, എന്റെ പിതാവ്, മാതാവ്, സഹോദരി, സഹോദരൻ, ഞങ്ങള് ഓരോരുത്തരും ശാരീരികമായ ക്ലേശങ്ങളാൽ, രോഗത്താൽ ഞങ്ങളായിത്തീർന്നു. പരീക്ഷണഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നേരെ കടന്നു വന്നു. കാരണം ഒരാള് ഹോസ്പിറ്റലിൽ പ്രവേശിച്ചാൽ മറ്റൊരാള് അതേപോലെ മറ്റൊരു ഹോസ്പിറ്റലായിരിക്കും. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരാളെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അടുത്ത ആളെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിക്കും. ആ തലത്തിൽ ശാരീരിക ക്ലേശങ്ങൾ ജീവിതത്തിൽ നേരെ കടന്നു വന്നു. അന്ന് ഞങ്ങളോട് കരുണ കാണിക്കാൻ അല്ലെങ്കിൽ സ്നേഹം കാണിച്ച് അല്ലെങ്കിൽ ഇങ്ങോട്ട് അന്ന് സഹകരിച്ചു നിന്നത് എന്റെ അമ്മയുടെ സഹോദരൻ. അവര് വന്ന് ഞങ്ങളോട് പോയിരുന്ന ശുശ്രൂഷയ്ക്ക്, ഞങ്ങളുടെ കഷ്ടതയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഇടയായി. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുന്ന സന്ദർഭത്തിൽ എന്റെ പിതാവിന്റെ കൈക്ക് നേര് കയറുന്ന പിതാവിന് ബിസിനസ് തുടർന്ന് ചെയ്യുവാൻ കഴിയാതെ വരുന്നു. അങ്ങനെ വന്നപ്പോൾ ദേവദാസന്മാർ, ഞങ്ങൾ കടന്നു പോകുന്ന സഭയിലെ ദേവദാസന്മാർ കടന്നു വന്നു. ആ ദേവദാസൻ ഞങ്ങളോട് പറഞ്ഞു,
ദേവദാസനെ ഞങ്ങൾ അമ്മയെ ദേവദാസനോട് പല പ്രാവശ്യം പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാണ്. നമുക്ക് ചേർന്നതല്ല ഈ മുറുക്കാൻകടയും അതുപോലെ വീട് തീർപ്പ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ ഇത് ചെയ്യരുത്, അത് ചെയ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണിച്ചു തരുവാൻ മറ്റൊരു ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റൊരു ജോലിയോ ഞങ്ങൾക്ക് മുൻപിൽ അറിവില്ല. നിങ്ങളുടെ കഷ്ടതയും പ്രയാസങ്ങളും കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ഇതിന് മൗനം പാലിച്ചിരുന്നത്. പക്ഷെ ഇത് തുടർമാനം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തിന് അല്പസമയത്തേക്ക് വിടുതലുണ്ടാകും. വീണ്ടും നിങ്ങൾ ഈ ജോലി ചെയ്യുമ്പോൾ വീണ്ടും ഇത് തന്നെ ഇങ്ങനെ ശരീരത്തിലുണ്ടാകും. ഇത് അച്ചായ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ശോധന കടന്നു വരുന്നത് ദൈവത്തിന്റെ കരമാണ്. നിങ്ങൾ ഇത് ചെയ്യരുത്. ഇത് നിങ്ങൾ പൂർണ്ണമായി വിട്ടഴിക്കുക. നമ്മൾ പെന്തക്കോസ്തുകാരായിരിക്കുന്ന നമുക്ക് മൂർക്കാനോ അല്ലെങ്കിൽ വീട് തീർക്കാനോ നമുക്ക് ഇത് യോഗ്യമായതല്ല. നമ്മൾ ഇതിനെതിരെ പ്രസംഗിക്കുന്നവരാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞ് എൻ്റെ പിതാവ് ആ സമയത്ത് തന്നെ ആ മുറവും അതുപോലെ ആ ബിസിനസ് മൊത്തവും ഉപേക്ഷിപ്പാൻ തക്കണമേ. എന്നിട്ട് ഉപേക്ഷിച്ചിട്ട് ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് ദൈവസ്ഥലം ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇനി നീ എനിക്കൊരു വഴി തുറന്നു തന്നിട്ടല്ലാതെ സ്തോത്രം ഞാൻ നിന്റെ സമയം എഴുന്നേൽക്കുന്നില്ല. എനിക്ക് വേണ്ടി നീ ഒരു വഴി തുറന്നു തരണം, എനിക്കൊരു മാർഗം നീ കാണിച്ചു തരണം എന്ന് പ്രാർത്ഥിക്കാനാണ്. കാരണം ആ സമയത്ത് എന്ന് വെച്ചാൽ ആ മഴക്കാലത്ത് യാതൊരു സ്തോത്രം ജോലി സാധ്യതയോ അല്ലെങ്കിൽ മറ്റുള്ള വഴികളോ യാതൊന്നും. ഒരു കൂലിപ്പണിക്ക് പോകണമെങ്കിൽ ഈ മഴക്കാലം കഴിയണം. കാരണം പാടത്തെ പണിയാണ് അവിടുത്തെ മെയിനായിട്ടുള്ള തൊഴില്. സ്തോത്രം. അങ്ങനെ ഒരു സന്ദർഭം ജീവിതത്തിൽ കടന്നുപോയപ്പോ ഞങ്ങൾ ദൈവസ്ഥലം മുഴങ്കാലം അടയ്ക്കും. കർത്താവ്, നീ എന്റെ തലമുറയ്ക്ക് അവർക്ക് ഉടുപ്പാൻ, അവർക്ക് കഴിപ്പാൻ സ്തോത്രം ആഹാരം ഇതൊക്കെയും വേണം, നീ അതിന് വഴി ഒരുക്കി തരണം എന്ന എന്റെ പിതാവ് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ കഴിഞ്ഞുകൂടിയ ഒരു കാലഘട്ടത്തിൽ അന്ന് എനിക്ക് 1.5 വയസ്സോളം പ്രായമുണ്ട്. എൻ്റെ സഹോദരിക്ക് എൻ്റെ 10 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ സഹോദരന് ഏകദേശം എൻ്റെ 5-6 വയസ്സ് പ്രായമുണ്ട്. ആ സമയത്ത് സ്തോത്രം ഞങ്ങൾ പട്ടിണി കിടക്കാൻ തുടങ്ങി. പട്ടിണി കിടന്ന് ഞങ്ങൾ അരമുറുക്കി ഞങ്ങളുടെ വിശപ്പ് ആരോട് തുറന്നു പറയാറില്ല. എൻ്റെ സഹോദരിയും സഹോദരനും ഞങ്ങൾ ഒരുമിച്ച് കളിക്കാനായിട്ട് മറ്റുള്ള കൂട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ വീട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ മറ്റു വീടുകളിൽ ചെന്ന് കളിക്കുമ്പോൾ അവര് ഉച്ചഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ പിന്നെ വരാം, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അവര് മാറുമ്പോൾ എൻ്റെ സഹോദരി എന്റെയും എൻ്റെ സഹോദരനെയും കൈപിടിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് വരും. വീട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ കലത്തിനകത്ത് മാറി സ്തോത്രം ഒരു മൂലയ്ക്ക് മാറിയിരിക്കുന്ന എൻ്റെ മാതാവ്, നിലവിളിക്കുന്ന എൻ്റെ മാതാവ്, ഒരു ഭാഗത്ത് സ്തോത്രം ജോലി അന്വേഷിച്ച് നടക്കുന്ന എൻ്റെ പിതാവ്. സ്തോത്രം. ആ സമയത്ത് ദൈവസന്നദ്ധയിൽ ഞങ്ങൾ നിലവിളിക്കുമ്പോൾ സ്തോത്രം എൻ്റെ മാതാവിനോട് എനിക്ക് വിശക്കുന്നു എന്ന് ഞാൻ പറയുന്നത് എനിക്ക് വയറ് നോവുന്നു, എനിക്ക് വയറ് നോവുന്നു എന്ന് പറയുമ്പോൾ സ്തോത്രം എൻ്റെ പിതാവ് എന്നോട് പറയുന്നത്, എൻ്റെ മാതാവിനോട് പറയുന്നത്, മോനെ നീ അങ്ങോട്ട് മാറിയിരുന്ന് യേശുപ്പിച്ചനോട് പ്രാർത്ഥിക്കും, നിന്റെ വയറുനോവ് യേശുപ്പിച്ചൻ മാറ്റിത്തരും. എന്റെ സഹോദരിയോടും പറയുമ്പോൾ സഹോദരിയും സ്തോത്രം പറയുന്നത് യേശുപ്പിച്ചനോട് പ്രാർത്ഥിക്കുക, യേശുപ്പിച്ചൻ മാറ്റിത്തരും. ആ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. വീണ്ടും ഞങ്ങൾ കൂട്ടുകാരുടെ അടുത്ത് കളിക്കാൻ പോകും.
അവരോടൊത്ത് കളിച്ച് അവിടെ കിട്ടുന്ന മാങ്ങയോ അല്ലെങ്കിൽ പേരയ്ക്കോ ഇതൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് വയറ് നിറച്ച അനുഭവമുണ്ട്. വീട്ടിലേക്ക് വരുമ്പോൾ സ്തോത്രം, ആഹാരമില്ലാതെ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ ദൈവവചനം പറഞ്ഞു തരികയും പ്രാർത്ഥിപ്പിച്ച് ഞങ്ങളെ കിടക്കുന്നതിന് മുൻപ് ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ തരും. ആ ഉപ്പുവെള്ളം കുടിച്ച് ഞങ്ങൾ കിടന്നുറങ്ങും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഞങ്ങളുടെ പപ്പയുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്റെ ചെറുപ്പത്തില് എനിക്ക് ആഗ്രഹമുണ്ട് ഭക്ഷണം വേണം അല്ലെങ്കിൽ ചോദിക്കണം. എന്റെ സഹോദരിയോ എന്റെ സഹോദരനോ അതിന് അനുവദിച്ചിട്ടില്ല. ചെല്ലുമ്പോൾ അവര് വരുന്നുണ്ട്, മാറ്റിവെച്ചോ എന്ന് പറയുന്ന അനുഭവങ്ങൾ പലതും. അങ്ങനെ മുന്നോട്ട് കടന്നു പോകുമ്പോൾ സ്തോത്രം, അവര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങൾ വീട്ടിൽ പോവുക എന്ന് പറഞ്ഞ്, കാരണം അവര് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ നോക്കി നിന്ന് വെള്ളം ഇറക്കണ്ടല്ലോ എന്നുള്ളൊരു മനോഭാവത്തിലാണ് എന്റെ സഹോദരി നമ്മളെ കൈ പിടിച്ച് നമ്മുടെ ഭവനത്തിലേക്ക്. ആ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. എന്റെ ഭവനത്തിൽ ദിവസങ്ങളായി സ്തോത്ര പട്ടിണി കിടക്കുമ്പോൾ ശരീരം തളർന്ന് വാടിക്കുഴഞ്ഞ് നിൽക്കുന്ന സന്ദർഭത്തിൽ സ്തോത്രം, എന്റെ പിതാവിനോട് ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ സ്തോത്രം മാറിയിരുന്ന് ഞങ്ങൾ പൊട്ടിക്കരയുന്ന ഒരനുഭവം ദിവസങ്ങളുണ്ടായി. അന്ന് രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങി. പിതാവും മാതാവും കിടന്നില്ല. ദൈവസ്ഥൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കരയുന്ന കാക്കക്കുഞ്ഞിന് അതിൻ്റെ അതായ ആഹാരം കൊടുക്കുന്ന ദൈവമേ, എന്റെ മക്കൾക്ക് സ്തോത്രം നാളെ പ്രഭാതത്തിൽ ഭക്ഷണം കൊടുക്കാൻ നീ ഞങ്ങൾ ഭക്ഷണം തരണം. ദൈവസ്ഥനെ പ്രാർത്ഥിക്കുമ്പോ സ്തോത്രം, അനേക ഭക്തന്മാരെ പോറ്റിയ ദൈവമേ, 2 അപ്പം കൊണ്ട് 5 അപ്പം കൊണ്ട് 2 മീൻ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവമേ, എന്റെ മക്കളെ സ്തോത്രം പോഷിപ്പിക്കുവാൻ നീ അപ്പം തരണം എന്ന് ദൈവസ്ഥനെ പ്രാർത്ഥിക്കാനുണ്ട്. പ്രഭാതത്തിൽ സ്തോത്രം ഏകദേശം ഒരു 4:30-5 മണിയായി. ആ പ്രഭാതത്തിൽ സ്തോത്രം എല്ലാവരും കിടന്നു. പിതാവ് ഞങ്ങളും എല്ലാവരും കൂടെ അവിടെ, ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ എന്ന് വെച്ചാൽ ചെറിയൊരു മുറിയും ഒരു ഹാളും ഒരു അടുക്കളയും മണ്ണുകൊണ്ട് മെഴുകിയ സ്തോത്രം വീടാണ്. അടുക്കളയില് ഓല കൊണ്ട് കത്തിച്ച് അതിന് ചാര മുഴുവനും ആ അടുക്കള മുഴുവൻ നിറഞ്ഞിരിക്കും. ആ ചാര നീക്കിയിട്ടാണ് അവിടെ പാവരിച്ച് പപ്പയും അമ്മയും കിടക്കുന്നത്. ഞങ്ങൾ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പപ്പയുടെ പിതാവും ഞങ്ങളോടൊപ്പം കടന്നു വന്നു. പിതാവ് ഞങ്ങളോടൊപ്പം ആയിരുന്ന ആ പിതാവ് ഞങ്ങളുടെ ഹാളിൽ കിടന്നു. ഞങ്ങള് അവിടെ കിടന്നു. മഴ പെയ്താല് സ്തോത്രം ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ അകത്ത് വെള്ളം പുറത്തേക്കെങ്ങും പോകത്തില്ല. വീടിനകത്ത് തന്നെ വീഴും. മഴക്കാലത്ത് ഞങ്ങൾ ചുരുണ്ടുകൂടി ഒരിടത്ത് ഒരു പുതപ്പിനകത്ത് 3 പേരും കഴിച്ചുകൂടിയ സന്ദർഭമുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ പ്രഭാതത്തിൽ എന്റെ പിതാവ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു 4:30-5 മണിയോളം ആയി കാണും. പുറത്തുനിന്ന് ഒരു ഞരക്ക ശബ്ദം കേൾക്കുവാനിട. ഇങ്ങനെ സൗണ്ട് കേൾപ്പിച്ചുകൊണ്ട് പുറത്തുനിന്ന് ഒരു മാതാവിന്റെ ശബ്ദമാണ് കേട്ടത്. എന്റെ പപ്പയെ വിളിച്ചു, ജോയിക്കുട്ടിയെ എന്ന് വിളിച്ചുകൊണ്ട്. എന്റെ പപ്പ സ്തോത്രം അന്നത്തെ കഥ എന്ന് പറഞ്ഞാൽ താമര കഥ പോലെ കഥക, സാരി കർട്ടൻ പോലെ ഇട്ടിരിക്കുക. ആ കർട്ടൻ മാറ്റിയിട്ട് പുറത്തോട്ട് വന്നു. ആ താമര കഥക് തുറന്നിട്ട് പുറത്തോട്ട് വന്നിട്ട് നോക്കുമ്പോൾ അതുവരെയും ഞങ്ങളുടെ ഭവനത്തിൽ വരാത്ത, ഞങ്ങളോട് സഹകരിക്കാത്ത എന്റെ പപ്പയുടെ അമ്മായി
സ്തോത്രം പുറത്തു നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ് ചോദിക്കട്ടെ, ഇതാ സ്തോത്രം ചൂടപ്പമാണ്, ഇതും നിന്റെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നെന്ന് പറഞ്ഞു എന്റെ പപ്പയുടെ കൈ. എന്നിട്ട് സ്തോത്രം മറ്റ് കയ്യില് ഒരു സഞ്ചി സ്തോത്രം കയ്യിലുണ്ട്. ആ സഞ്ചിയിൽ എടുത്തിട്ട് ഇത് അരിയാണ്, ഇത് സ്തോത്രം നീ എന്റെ മമ്മയുടെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അമ്മച്ചിയെ ഇങ്ങനെ പറയുക, ഞാൻ കുടുംബത്തിൽ പോയിട്ടില്ല, വീട്ടിലേക്ക് പോയില്ല, അവിടെ പിള്ളേരുണ്ട്, അതുകൊണ്ട് ഈ അപ്പത്തിൽ നിന്ന് കുറച്ച് അപ്പം എടുത്ത് നിനക്ക് തന്നു വിടണം, അവിടെ കൊടുക്കാനാണ് പറഞ്ഞു. സ്തോത്രം അപ്പം എടുത്ത് അമ്മച്ചിയുടെ കൊടുത്തു. അല്പസമയം അമ്മച്ചി ഞങ്ങളടുത്ത് ഇരുന്നു. ആ അപ്പം കയ്യിലേക്ക് വാങ്ങുമ്പോൾ ഒരു ദൈവശബ്ദം അവന്റെ പിതാവിന്റെ കാതിൽ മുഴങ്ങി, സ്തോത്രം നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, നിന്റെ ഭരണയിലെ എണ്ണ വറ്റിപ്പോകത്തില്ല. സ്തോത്രം. ഈ കർത്താവിന്റെ സ്തോത്രം ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് നിമിത്തമായിട്ട് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന ശാരീരികവും മാനസികവുമായ പട്ടിണി കിടക്കേണ്ട സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുക. ശാരീരിക ക്ലേശങ്ങൾ സ്തോത്രം ഒന്നിന് പുറമെ ഒന്നൊന്നായി കടന്നു വരുമ്പോൾ ചികിത്സയ്ക്കായി ഞങ്ങൾ ഓരോ ആശുപത്രികൾ തോറും കടന്നു പോകും. സ്തോത്രം. അങ്ങനെ കടന്നുപോയ സന്ദർഭങ്ങളിൽ എന്റെ സഹോദരി സ്തോത്രം ന്യൂമോണിയ ബാധിച്ചു. ന്യൂമോണിയ ബാധിച്ചപ്പോൾ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുൻപ് ബാധിച്ചിട്ട് വിടുതൽ ലഭിക്കാൻ കഴിയാതെ വന്ന സന്ദർഭത്തിൽ സ്തോത്രം എന്റെ സഹോദരിയെ കൊണ്ടുപോയി പരുമല തിരുമേനിയുടെ മടിയിൽ കൊണ്ടുപോയി കിടത്തി. സ്തോത്രം. എന്റെ മമ്മയുടെ സഹോദരങ്ങൾ പറഞ്ഞു, എന്റെ മമ്മയുടെ പിതാവും ഇവരെല്ലാം പറഞ്ഞു, സ്തോത്രം ഇങ്ങനെ ചെയ്താൽ വിടുതലുണ്ടാകും, ആശ്വാസം ലഭിക്കുമെന്ന് പറഞ്ഞു. ആ നിർദ്ദേശപ്രകാരം അങ്ങനെ എന്റെ സഹോദരിയെ കൊണ്ടുപോയി അവിടെ കിടത്തി. എന്നിട്ടും വിടുതൽ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. സ്തോത്രം. ദേവദാസന്മാർ കടന്നു വന്ന്, ഇതുപോലെ ഒരു പാസ്റ്റർമാർ കടന്നു വന്ന് എന്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇടയായി. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എന്റെ സഹോദരിക്ക് പരിപൂർണ സൗഖ്യം ലഭിക്കാൻ തക്കണോടെയായി തോന്നി. അതുപോലെ തന്നെ എന്റെ സഹോദരന് സ്തോത്രം ഞങ്ങൾ വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ എന്റെ സഹോദരന്റെ ജീവിതത്തില് സ്തോത്രം പോളിയോ ബാധിച്ച് കൈകാലുകൾ തളർന്നു. കൈകാലുകൾ തളർന്നു പോയപ്പോൾ എന്റെ സഹോദരൻ എന്റെ പപ്പയുടെ അപ്പച്ചന്റെ സ്തോത്രം പിതാവിന്റെ മോച്ചായ ആയതുകൊണ്ട് എന്റെ സഹോദരനോട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു സ്നേഹം പ്രത്യേക ഒരു വാത്സല്യമുണ്ട്. പെട്ടെന്ന് അവരെ സ്തോത്രം എന്റെ പിതാവിന്റെ സഹോദരൻ എന്റെ സഹോദരനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ കടന്നുപോയി. ആ സമയത്തെല്ലാം ഞങ്ങള് സ്തോത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടൊന്നും ഒരു വിടുതലില്ല, അല്ലെങ്കിൽ ഒരു ആശ്വാസമില്ല. കാരണം ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുറ്റത്ത് സ്തോത്രം, അതായത് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി എന്റെ സഹോദരൻ മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്. സ്തോത്രം. പിന്നെ എന്റെ സഹോദരൻ ഭവനത്തിലേക്ക് കയറി. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പിതാവ് നോക്കുമ്പോൾ മുറ്റത്ത് ചുരുണ്ടുകൂടി കിടക്കുന്ന എന്റെ സഹോദരനെയാണ്. എന്റെ സഹോദരനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കടന്നു പോയിട്ട് ഡോക്ടർമാരെ കാണിച്ചിട്ടൊന്നും യാതൊരു വിടുതലോ അല്ലെങ്കിൽ സൗഖ്യമോ ഒന്നും ലഭിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഭവനത്തിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദേവദാസന്മാരെ കൊണ്ട് ആരെങ്കിലും കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം എന്നുള്ള ചിന്താഗതി നിൽക്കുകയാണ്. എന്റെ പപ്പയുടെ സഹോദരങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞ് പറ്റത്തില്ല, ഞങ്ങൾ കൊണ്ടുപോകോളാം എന്ന് പറഞ്ഞ് എന്റെ സഹോദരനെ കൂട്ടിക്കൊണ്ടുപോയി ആലപ്പുഴ മെഡിക്കൽ കോളേജിലും മറ്റുള്ള ഹോസ്പിറ്റലിലൊക്കെയും സ്പെഷ്യൽ ഡോക്ടർമാരെയൊക്കെയും കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകും. പക്ഷെ ആരെയും കാണിക്കാനോ ഒരു മരുന്ന് മേടിച്ചു കൊടുക്കുവാനോ ആർക്കും കഴിഞ്ഞില്ല. സ്തോത്രം. അങ്ങനെ ഇരിക്കെ എന്റെ സഹോദരൻ എന്റെ പപ്പയുടെ ജ്യേഷ്ഠനോട് പറഞ്ഞത്,
ഇതുവരെ ഞങ്ങളെ കൊണ്ട് നടന്നിട്ട് എന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് ഒരു മരുന്ന് മേടിക്ക് തരാനായിട്ട് കഴിഞ്ഞില്ലല്ലോ. എന്നെ എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകും. ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം പരിപൂർണ്ണ സൗഖ്യം തരും. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ എന്റെ സഹോദരന്റെ വേണ്ടി ദൈവദാസന്മാർ കടന്നു വന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. സ്തോത്രം. ഒരു അത്ഭുതം എന്ന് പറയട്ടെ, ദൈവം പരിപൂർണ്ണ സൗഖ്യം എന്റെ കർത്താവ് എന്റെ സഹോദരൻ നൽകുവാൻ. ഇന്ന് സ്തോത്രം എന്റെ കർത്താവ് ദാസൻ അല്ലെങ്കിൽ എന്റെ സഹോദരൻ ഇന്ന് ഒരു അഭിഷക്തരായ ഒരു സുവിശേഷകനായി, അപ്പോൾ തന്നെ അദ്ദേഹത്തിന് എല്ലാ വർക്കും സ്തോത്രം ഇന്ന് ചെയ്യും. അതിലുപരിയായിട്ട് ഇന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി കടന്നു പോകുവാൻ പരസ്യയോഗം, അതുപോലെ തന്നെ സുവിശേഷമൊക്കെ അറിയിക്കുവാനായിട്ട് കടന്നു പോകും. ഗാനങ്ങൾ ആലപിക്കും. ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലും അറിയപ്പെടുന്ന ഒരു ഗായകനായി മാറിയിരിക്കുന്ന കാർത്തികൻ തകഴി ആ ദേവദാസനോട് ചേർന്ന് പരസ്യയോഗങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള മീറ്റിങ്ങിലൊക്കെയും കടന്നു പോകാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ എന്റെ സഹോദരന്റെ ജീവിതത്തിൽ ദൈവം വലിയ മിറക്കിൾ ചെയ്യുവാനാണ്. എന്നാൽ ഇനി എന്റെ ബാല്യ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ എന്റെ ബാല്യം മുതൽ ഞാൻ തടിച്ച നാവുള്ളവൻ, വിക്കരൻ. അപ്പോൾ തന്നെ എന്റെ ബാല്യം മുതൽ ഫിക്സ് എന്ന രോഗത്താൽ അല്ലെങ്കിൽ ചുഴലി രോഗം, കോട്ട് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന, ചന്ദ്രരോഗം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രോഗത്താൽ ഞാനായിരുന്നു. എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ തോറും ഭവനങ്ങൾ തോറും ഒക്കെ കടന്നുപോയി. നേർച്ച കാഴ്ചകൾക്കോ മന്ത്രവാദങ്ങൾക്കോ അല്ലെങ്കിൽ യാതൊരു മരുന്നിനും എന്റെ ജീവിതത്തിലെ രോഗത്തിന് സൗഖ്യം തരുവാൻ കഴിയാതെ എന്റെ ഒരു 4-5 വയസ്സ് പ്രായത്തോളം ഈ രോഗം എന്നെ പിന്തുടർന്നു. എന്റെ പിതാവ് ഈ രോഗം എന്റെ ജീവിതത്തിൽ കടന്നു വന്നിരുന്ന സന്ദർഭത്തിൽ മാനസികമായി ശാരീരികമായി തളർന്നു. സ്തോത്രം. എന്റെ കിടപ്പ് കണ്ടിട്ട് കറം നിറയും പതയും ഒലിച്ച് നിലത്ത് കിടന്ന് ഉരുളുന്ന സന്ദർഭത്തിൽ ഇത് കാഴ്ച കണ്ടിട്ട് മാറി പൊട്ടിക്കരയുന്ന എന്റെ പിതാവിനെ അവിടെ കാണാൻ കഴിയുന്നു. ഹോസ്പിറ്റലിൽ കടന്നുപോയി ചികിത്സിച്ചിട്ടോ യാതൊരു ഭേദം വന്നില്ല. എല്ലാവരും എന്നെ മുദ്ര ചെയ്തു, ഞാൻ രോഗിയാണ്, ഇത് പാരമ്പര്യമായി നിലനിൽക്കുന്നതാണ്, ഇതിന്ന് ഒരു മോചനമോ ഒരു വിടുതലോ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ് നിന്നപ്പോൾ വെള്ളമോ തീയോ അതിന്റെ അടുത്ത് കൊണ്ടുവരുവാൻ അല്ലെ അതിന്റെ അടുത്ത് നിൽക്കാനോ കഴിയത്തില്ല. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തോടുണ്ട്, കുളമുണ്ട്. ഇതിന്റെ അരികത്ത് പോയി നിന്നാൽ പെട്ടെന്ന് ഇതിന്റെ നിഴല് കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ചുരുളി ഉണ്ടാകും. ആ സന്ദർഭത്തിൽ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണാൽ ആരും കാണത്തില്ല, മരണപ്പെടും. പക്ഷേ സ്തോത്രം, ഇന്ന് നിങ്ങളുടെ മുൻപാകെ ഒരു സാക്ഷിയായി നിൽക്കേണ്ടതിന് ദൈവം എന്നെ കണ്ടതുകൊണ്ട് എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും കാലിന്റെ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണീരിൽ നിന്നും ദൈവം ഉദ്ധരിപ്പാൻ തക്കണോടെയായിരുന്നു. എന്നാൽ ഒരിക്കലും ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഈ രോഗം പിടിപെട്ട് എന്നെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ എന്റെ പിതാവ് പറഞ്ഞു, വേണ്ട, നമുക്ക് ആലയത്തിലേക്ക് കടന്നു പോകാം. ദൈവത്തിന്റെ സ്തോത്ര ആലയത്തിലേക്ക്, അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ കൂടി വരുന്ന IPC സഭയിലാണ്. തകഴി IPC സഭയിൽ ഞങ്ങളെ കോരിയെടുത്തു കൊണ്ടുപോയി സഭയിലേക്ക് കൊണ്ടുപോയി. അന്ന് ആ സഭയിൽ മൂപ്പനായിരുന്ന ഒരു പ്രവാചകനായിരിക്കുന്ന ഒരു അഭിഷക്തനുണ്ടായിരുന്ന തകഴി തങ്കച്ചൻ എന്ന് അറിയപ്പെടുന്ന ദേവദാസൻ. ഞങ്ങള് സ്തോത്രം പേർപ്പൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നു. ആ ദേവദാസൻ
ആമേൻ സ്തോത്രം. അതുപോലെ തന്നെ അവിടുത്തെ സഭയിലെ പാസ്റ്റർ ആമേൻ കടന്നു വന്ന് എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പാൻ. അതിനു മുൻപായി എന്റെ പിതാവ് ആലയത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് അമ്മ ഇപ്രകാരം പറഞ്ഞു, കർത്താവേ, ഈ മകനെ എനിക്ക് നീ തരുന്നുവെങ്കിൽ സ്തോത്രം, നീ പരിപൂർണ്ണ സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ എനിക്ക് തരണം. അല്ല എങ്കിൽ നീ ഇപ്പോൾ തന്നെ നീ വിളിച്ച് വേർതിരിച്ചു. ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വന്ന് എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേവദാസന്മാർ വന്ന് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. സ്തോത്രം. ദൈവം പരിപൂർണ്ണ സൗഖ്യം എന്റെ കർത്താവ് അവിടെ വെച്ച് തരുവാനാണ്. അങ്ങനെ അമ്മ പരിപൂർണ്ണ സൗഖ്യം അമ്മ ലഭിച്ചു എങ്കിലും എന്റെ തടിച്ച നാവ് അമ്മ വിക്ക് മാറിയില്ല. അതേ തുടർന്നാണ് ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ എന്റെ കൈക്ക് ഞാൻ എപ്പോഴും ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം സ്തോത്രം, ഈ തടിച്ച നാവുള്ളവനായി എന്റെ ബാല്യത്തിൽ ഞാൻ ജീവിച്ചത് മുമ്പോൾ എന്റെ സംസാരത്തിന് ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്ക് ഞാൻ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് കൈ ആക്ഷൻ കൊണ്ടും പിന്നെ നാക്കുകൊണ്ടും. അങ്ങനെ കടന്നുപോയൊരു പശ്ചാത്തലമായിരുന്നു എന്റെ അനുഭവം. തടിച്ച നാവുള്ളവനായി എന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ കൂട്ടുകാരുടെ നടുവിൽ ഞാൻ നിന്നാപാത്രമായി. എന്റെ ചാർച്ചക്കാരുടെ നടുവിൽ ഞാൻ നിന്നാപാത്രമായി. എന്റെ സഹോദരങ്ങളുടെ നടുവിൽ ഞാൻ നിന്നാപാത്രമായി. കാരണം സ്തോത്രം, പിന്നീട് ഞങ്ങളുടെ കുടുംബത്തിൽ എന്റെ കുടുംബത്തിലൊക്കെ ഉള്ള വിവാഹമോ അല്ലെങ്കിൽ ഒരു വിശേഷതയൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വിളിക്കും. എന്റെ സഹോദരി ഇവരൊക്കെ കടന്നു പോകുമ്പോ സഹോദരൻ മുന്നമേ പോകും. അവൻ പോകുമ്പോൾ ഞാൻ സഹോദരന്റെ കൂടെ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ എന്റെ സഹോദരൻ പറയും, നീ എന്റെ കൂടെ വരണ്ട, നീ സഹോദരിയുടെ കൂടെ വന്നാൽ മതി. സഹോദരന്റെ അടുത്ത് ചെല്ലുമ്പോൾ നീ പപ്പയുടെ അമ്മയുടെ കൂടെ വന്നാൽ മതി, എന്റെ കൂടെ ഞങ്ങളുടെ കൂടെ വരണ്ട. കാരണം ഞാൻ കൂടെ വരുമ്പോൾ ഞാൻ പറയുന്ന വാക്ക്, സംസാരം, രീതി, എന്റെ നടപ്പ്, ആക്ഷൻ എല്ലാം അവർക്കൊരു അരോചകമായി, ഒരു കോമാളിയായി മാറിയ സന്ദർഭങ്ങൾ. എന്റെ പപ്പയുടെ സഹോദരങ്ങളുടെ മക്കൾ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവർ എന്നെ സംബോധന ചെയ്തത് കഴിവില്ലാത്ത ഒരു സ്തോത്രം മംഗോളിസം പോലെ, അല്ലെങ്കിൽ ഈ മന്ദബുദ്ധി പിള്ളേരെ പോലെ ഉള്ള രീതിയാണ്, അല്ലെങ്കിൽ ഒരു മന്ദബുദ്ധിയാണ് എന്നുള്ള രീതിയിൽ എന്നെ ചിത്രീകരിച്ചു. എന്നാൽ അവർക്ക് നേരം പോക്കിന് വേണ്ടി എന്നെ വിളിച്ചിരുത്തി ഞാൻ പറയുന്ന വാക്കുകൾ കേട്ട് എന്നെ പരിഹസിക്കും, ചിരിക്കും. ആ സമയത്ത് ഇതെല്ലാം കേട്ട് ഞാൻ മനപ്രയാസത്തോടെ ഭവനത്തിലേക്ക് കടന്നു വരും. അങ്ങനെ സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി. എന്റെ സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ എന്റെ ഒരു പേനയോ എന്റെ ഒരു ബുക്കോ എന്റെ കൂട്ടുകാരെടുക്കും. അവരെടുത്ത് ഒളിപ്പിച്ചു വെക്കും. ഞാൻ പേന തിരയുമ്പോൾ, ഞാൻ ബുക്ക് തിരയുമ്പോൾ ഞാൻ ചോദിക്കുമല്ലോ, എന്റെ ബുക്ക് എന്ത് ചെയ്യുന്നു ഞാൻ ചോദിക്കുന്നത്, ആ ചോദിക്കുന്ന ആ വാക്ക് അവർ കേൾക്കുമ്പോൾ അവർ കൂട്ടച്ചിരിയാവും. ആ പേന ഞാൻ കണ്ടെത്തിയാൽ ഞാൻ ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറയുന്നത്, അത് അവരുടെ മുമ്പിൽ ഒരു തമാശയായി അവര് അത് കാണുന്നു. അത് കണ്ട് അവർ സന്തോഷിക്കും. ആ പ്രയാസം ഞാൻ ദേഷ്യത്തിൽ അവരോട് തീർക്കുമ്പോൾ ഒന്ന് അവരെ അടിച്ചാൽ 10 കൈ എന്റെ നേരെ വരും. ഈ വേദന അഭിമുഖീകരിക്കുമ്പോൾ ഞാൻ ടീച്ചറിനോട് എപ്പോഴും ചെന്ന് പരാതിപ്പെടും. ടീച്ചർ എന്റെ ബുക്ക് എടുത്തു, അല്ലെങ്കിൽ എന്റെ പേന എടുത്തു, അല്ലെങ്കിൽ എന്നെ ഞോണ്ടി, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ പറയുമ്പോൾ നിത്യപരാതിക്കാരനായതുകൊണ്ട് പരാതിയും കൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ ടീച്ചർ എന്നെയും തല്ലും. ആരെന്നെ ഉപദ്രവിച്ചോ അല്ലെ ആരെന്നെ എടുത്തോ അവനെ ശിക്ഷിക്കും. അപ്പം ശിക്ഷിച്ചാൽ അവിടെ നിന്ന് മാറുമ്പോൾ ഈ
സഹോദരൻ അല്ലെങ്കിൽ ഈ കുട്ടി എന്നെ വീണ്ടും എന്നെ ഉപദ്രവിക്കും, നീ ടീച്ചറിനോട് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിക്കും. അപ്പൊ ടീച്ചറിനെ നിന്നും കിട്ടും, ഈ സഹോദരനെ നിന്നും കിട്ടും. അങ്ങനെ സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോ ഞാൻ വളരെ വേദനപ്പെടുവാനിടയായി. എനിക്ക് വേണ്ടി ഒന്നും സംസാരിക്കാൻ ആരുമില്ലല്ലോ, എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ആരുമില്ല. എന്റെ ജീവിതം എന്താ ഇങ്ങനെ? കർത്താവ്, എന്നെ ഒന്ന് വിടുവിക്കുവാൻ നിനക്ക് കഴിയത്തില്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറ്. എന്റെ ഹൃദയത്തിലെ വേദന എന്റെ പിതാവിനോട്, എന്റെ പപ്പയോട് പറയും. പപ്പയോട് പറയുമ്പോ ഞങ്ങൾ ഇരുന്ന് മാറിയിരുന്ന് ദൈവത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കും. സ്തോത്രം. അപ്പോൾ തന്നെ ഒന്ന് പറയും, രണ്ട് പറയും, മൂന്നാമത്തതിന് ഭയങ്കര ദേഷ്യമാണ് എനിക്കുണ്ടാകുന്നു. ആ ദേഷ്യത്തിന്, സ്തോത്രം, മറ്റൊരു വ്യക്തിയുടെ നേരെ ദേഷ്യം തീർക്കാൻ ചെന്നാൽ അവരിൽ നിന്ന് 10 പേരായിരിക്കും എന്റെ നേരെ കടന്നു വരുന്നത്. അതുകൊണ്ട് എന്റെ സ്തോത്രം, എനിക്കുള്ളതിന് അതെടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞ് നശിപ്പിക്കുന്നത് പോലെ പ്രവണതയുണ്ടാവും. ഒരു ഭ്രാന്തനെ പോലെ അവിടെ കിടന്ന് അലറുകയോ അല്ലെങ്കിൽ വയ്ക്കുകയോ വെക്കുന്ന ഒരു മാനദണ്ഡം ജീവിതത്തിലുണ്ട്. സ്തോത്രം. അങ്ങനെ പരാതികൾ പലതും എന്റെ പിതാവിന് കേട്ടു. സ്തോത്രം. എന്റെ പിതാവ് എന്നെ വിളിച്ച് മാറ്റി നിർത്തി. സ്തോത്രം, യേശുവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് എന്നോട് പറയണ്ടേ. സ്തോത്രം. അങ്ങനെ ഇരിക്കെ എന്റെ പിതാവ് ഞങ്ങളെ സ്കൂളിൽ വിടുവാനായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടന്നു വന്നു. എന്റെ സഹോദരനെ പഠിപ്പിക്കണം, എന്നെ പഠിപ്പിക്കണം, എന്റെ സഹോദരി പഠിപ്പിക്കണം. അപ്പോൾ തന്നെ ചെറിയ കൂലി വേലയ്ക്ക് പോകുന്ന, അതുകൊണ്ട് ഞങ്ങളുടെ പഠനം കാര്യങ്ങൾ നടക്കുന്നില്ല. ഞങ്ങൾ സ്കൂളിലേക്ക് പോകണമെങ്കിൽ നല്ല ദൂരമുണ്ട്, ഞങ്ങളെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ കടന്നു വന്നപ്പോൾ, സ്തോത്രം, ഞങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ടും ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തോടുള്ള ബന്ധത്തിലും സ്തോത്രം, ഞങ്ങൾക്ക് ഒരു സുരക്ഷിതത്വമോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സ്തോത്രം അഭിവൃദ്ധിയോ ഇല്ലാതിരിക്കെ ഞങ്ങളുടെ വിദ്യാഭ്യാസം നടക്കണമെന്നുള്ള ആഗ്രഹത്തോടെ എന്റെ പിതാവ് എന്നെയും എന്റെ സഹോദരനെയും ഹോസ്റ്റലിലാക്കുവാനിടയായി. എന്റെ സഹോദരനെ മാവലിക്കരെ സ്തോത്രം അവിടുത്തെ ഹോസ്റ്റലിൽ ആക്കുവാനിടയായി. എന്നെ വായ്പാട് നൂന്ത്യ ബൈബിൾ കോളേജിന്റെ സ്തോത്ര സ്ഥാപനമായിരിക്കുന്ന ബോയ്സ് ഹവൻ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഞാൻ കടന്നു പോകുന്നുണ്ടായി. ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെ ഇന്റർവ്യൂവിനായി എന്നെ വിളിച്ചു. ഇന്റർവ്യൂവിനായിട്ട് ഞാൻ കടന്നു ചെല്ലുമ്പോൾ, സ്തോത്രം, തോമസ് ഫിലിപ്പ് സാറായിരുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ മറ്റുള്ള ദേവദാസന്മാരും ഇന്റർവ്യൂവിൽ നിന്നു. ഓരോ വിദ്യാർത്ഥികളെ കൈക്ക് പിടിച്ച് അവരോട് ചോദിച്ചു, നിന്റെ പേരെന്താണ്, നിനക്ക് എന്താകാൻ ആഗ്രഹം എന്നൊക്കെ ചോദിച്ച് ഓരോരുത്തർ പറഞ്ഞു, എനിക്ക് പോലീസ് ആകണം, എനിക്ക് പട്ടാളമാകണം, എനിക്ക് ഡ്രൈവർ ആകണം എന്നൊക്കെ ഓരോ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ച് മാറിപ്പോയി. അടുത്ത എന്റെ നേരെ സ്തോത്ര ഊഴമായി. എന്നോട് ചോദിച്ചു, എന്താ പേര്, എന്താകാൻ ആഗ്രഹം എന്ന് ചോദിച്ചു. സ്തോത്രം. അന്ന് എനിക്ക് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, ആരാണെന്ന് എനിക്കറിയത്തില്ല. പാസ്റ്റർ എന്ന് വെച്ചാൽ സ്തോത്ര സഭയിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ധാരണ മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ പറഞ്ഞു, എനിക്കൊരു പാസ്റ്റർ ആകുന്നു. സ്തോത്രം. ആ ദേവദാസൻ എന്നെ പൊക്കിയെടുത്ത് മേശപ്പുറത്ത് നിർത്തിയിട്ട് ഷെയ്ക്കാൻ്റെ എന്നിട്ട് പറഞ്ഞു, സ്തോത്രം, എന്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സ്തോത്രം, ദേവദാസൻ പ്രിയമോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും, നീ അറിയപ്പെടുന്ന ഒരു സുവിശേഷകനായി മാറും. സ്തോത്രം. ആ ബാല്യം മുതല്, സ്തോത്രം, ഞാൻ തടിച്ച നാവുള്ളവരെങ്കിലും വിക്കരെങ്കിലും, സ്തോത്രം, എന്റെ ജീവിതത്തിൽ, സ്തോത്രം, ആ ഹോസ്റ്റൽ ജീവിതത്തിലും പരിശോധനകളും ക്ലേശങ്ങളും ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ എന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഞാൻ കടന്നു പോകുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ഹോസ്റ്റലിൽ ബോയ്സ് ഹോമിൽ നിന്ന് ലഭിക്കുവാനിടയായി. യൂണിഫോം, ബാഗ്, ബുക്ക് എല്ലാം ലഭിക്കുന്നുണ്ട്.
പക്ഷെ എൻ്റെ ഹൃദയത്തിലെ വേദന അവിടുത്തെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരോ അവിടുത്തെ സ്റ്റാഫുകളോ ആരും അറിഞ്ഞില്ല. കാരണം അവിടെയും സ്തോത്രം വട്ടപ്പേര് വിളിച്ച് എന്നെ കളിയാക്കാനുണ്ടായി. സ്തോത്രം ഞാൻ തടിച്ച നാവുള്ളവനായി വിക്കരായി സ്കൂൾ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ സ്തോത്രം എൻ്റെ മാതാപിതാക്കളെ കാണണമെങ്കിൽ ഓണമോ അല്ലെങ്കിൽ ക്രിസ്തുമസോ അല്ലെങ്കിൽ മറ്റ് വലിയ അവധികളോ സ്തോത്രം വേനലവധി സമയത്തോ എനിക്ക് ഭവനത്തിലേക്ക് വരാൻ അവകാശമുള്ള സാഹചര്യമുള്ളൂ. എൻ്റെ സ്തോത്ര ബാല്യത്തില് എൻ്റെ കൂട്ടുകാരെ കാണാനായിട്ട് അവരുടെ മാതാപിതാക്കൾ വരുമ്പോൾ സ്തോത്രം അവരെ വന്ന് കണ്ട് അവർക്ക് മിഠായിയോ അല്ലെങ്കിൽ പലഹാരങ്ങളോ കൊടുക്കുമ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കർത്താവ് എന്നെ സ്തോത്ര എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ വേണ്ടേ? അവർക്ക് എന്നോട് സ്നേഹമില്ലേ? അവരെന്നെ കാണാൻ വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കരയണ്ടേ? അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഇടപെടുവാൻ ഇങ്ങനിടയായി. സ്തോത്രം എൻ്റെ പിതാവിന് ചിലപ്പോൾ ജോലി കാണത്തില്ലായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആശ്വസിക്കുമ്പോൾ ഞാൻ ദൈവത്തിന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് സ്തോത്രം എൻ്റെ ഹൃദയത്തിലെ വേദന എന്നോണമായിരിക്കാം എന്നെ കാണാൻ വേണ്ടി എൻ്റെ സഹോദരി വരും, ചിലപ്പോൾ എൻ്റെ പിതാവ് വരും, അല്ലെങ്കിൽ മാതാവ് വരും. ആ ഹൃദയത്തിൽ എപ്പോഴും വേദന അനുഭവപ്പെടുന്നുവോ ആ സമയത്ത് സ്തോത്രം ദൈവം അവരെ എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്നാൽ ഞാൻ എപ്പോഴും ആഗ്രഹിക്കും ഒരു ഓണാവധി വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ 10 ദിവസമോ 5 ദിവസമോ ഒരു അവധി കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ മാതാപിതാക്കളുടെ അടുത്ത് പോകാം, എൻ്റെ അപ്പനെ അമ്മയെ കാണാമെന്നുള്ള ആഗ്രഹവും. ആ ഹോസ്റ്റൽ ജീവിതത്തിൽ സ്തോത്രം ഞാൻ ഒരു ഏകാന്തത ഫീൽപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആ ഹോസ്റ്റൽ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഒരു നന്മ അല്ലെങ്കിൽ ഗുണം എന്തെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനാ ജീവിതവും യേശുവിനെ കുറിച്ച് കൂടുതലായി അറിയുവാനും സ്തോത്രം യേശു ക്രിസ്തുവിലൂടെയുള്ള സ്നേഹം രുചിച്ചറിയുവാൻ സ്തോത്രം പ്രാർത്ഥിച്ചാൽ യേശു വിടുതൽ തരും, നന്മ തരും, സ്തോത്ര അനുഗ്രഹം തരും എന്നുള്ളൊരു പാഠം അല്ലെങ്കിൽ ഒരു അനുഭവം ജീവിതം സ്തോത്ര ഹോസ്റ്റലിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനം, സ്തോത്രം പ്രാർത്ഥിച്ചാൽ ഒരു വിടുതൽ തരുമെന്ന തരുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് സ്തോത്രം ഒരു മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എന്റെ ഹോസ്റ്റൽ ജീവിതത്തിൽ. സ്തോത്രം കാരണം അവിടെ ഞാൻ പഠിക്കുന്ന സമയത്ത് സ്തോത്രം ഞാൻ ഹോസ്റ്റലിൽ തന്നെയാണ് ബൈബിൾ കോളേജിൽ പഠിക്കുന്ന ദേവദാസന്മാർ താമസിക്കുന്നത്. അപ്പൊ ആ ദേവദാസന്മാർ വെക്കേഷൻ അല്ലെങ്കിൽ ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ എടുക്കും, അവർ ഞങ്ങളെ പാട്ട് പഠിപ്പിക്കും. സ്തോത്രം അതായത് BBS പോലുള്ള പ്രോഗ്രാമുകൾ ഞങ്ങളുടെ ഇടയിൽ സ്തോത്രം സംഘടിപ്പിക്കും. ഈ അനുഭവത്തിലൂടെ ഞാൻ യേശുവിനെ കുറിച്ച് കൂടുതലായി അറിയുവാൻ സ്തോത്രം. അങ്ങനെ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുവാൻ സ്തോത്രം യേശുവിനോട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രചോദനം ആ ഹോസ്റ്റൽ ജീവിതത്തിൽ ഉണ്ടാകും. പിന്നെ സ്തോത്രം എന്റെ പിതാവിനോട് എന്റെ സങ്കടങ്ങൾ ഞാൻ പറയുമ്പോൾ ഞാനും പിതാവും കൂടെ ദൈവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ പിതാവിനോട് പറയുക, സ്തോത്രം ഇവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അഭിഷേകം വെളിപ്പെടുമ്പോൾ ഇവന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു മാറും. സ്തോത്രം ഹല്ലേലൂയ. അങ്ങനെ 1998 സ്തോത്ര ഹാളിൽ ഞങ്ങൾ കൂടി സ്തോത്രം ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് അന്ന് എന്റെ പിതാവ് സ്തോത്ര ശുശ്രൂഷയ്ക്കൊക്കെ പോവാൻ തുടങ്ങി. സ്തോത്രം പൊതു ശുശ്രൂഷ കർത്താവ് നൽകി. പൊതു ശുശ്രൂഷ എന്ന് വെച്ചാല് ഭൂതങ്ങൾ രോഗശാന്തി രോഗത്തിന്റെ മേൽ ഉള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സ്തോത്രം വിടുതൽ കൊടുക്കുന്നു. അതുപോലെ ഭൂതഗ്രസ്തരായിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി സ്തോത്രം അവർ പ്രാർത്ഥിച്ച് അതിനൊരു വിടുതൽ കൊടുക്കുന്നു.
അതുപോലെ തന്നെ സ്തോത്രം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാനായി എന്റെ പിതാവ് കടന്നു പോകും. സ്തോത്രം അങ്ങനെ എന്റെ പിതാവ് വടക്കേന്ത്യയിലെ പല ഭാഗങ്ങളിലും കർത്താവ് സ്തോത്രം ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാനിടയായി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കടന്നു പോകാനിടയായി. സ്തോത്രം ഇന്നും കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എന്നാൽ എന്റെ പിതാവ് അന്ന് ശുശ്രൂഷ മുഖത്ത് അല്ലെങ്കിൽ സഭാചാർജ് ആയി എടുത്തില്ല എങ്കിൽ തന്നെയും സ്തോത്രം ഈ ശുശ്രൂഷ മേഖലയിൽ കടന്നുപോയ സന്ദർഭത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് എല്ലാ ബുധനാഴ്ചയും പ്രയർ നടക്കും. സ്തോത്രം. അങ്ങനെ എല്ലാ ബുധനാഴ്ചയും പ്രയർ നടക്കുന്ന സമയത്ത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സ്തോത്രം 1998 ഞാൻ അഭിഷേകം പ്രാപിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്റെ പിതാവും എന്റെ പിതാവിന്റെ ഒരു സ്നേഹിതനായിരിക്കുന്ന കർത്താവദാസനും എന്റെ മാതാവും ഞങ്ങൾ 4 പേരും കൂടെ ചേർന്നിരുന്ന് ദൈവത്തെ പാടി ആരാധിക്കുന്ന സമയത്ത് സ്തോത്രം ദൈവത്തിന് ആത്മസാന്നിധ്യം എന്റെ മേൽ ഇറങ്ങി വരുവാനിടയായി. അങ്ങനെ എന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു മാറുവാനിടയായി. സ്ഫുടതയോടെ സംസാരിപ്പാനും സ്തോത്രം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം. അങ്ങനെ 1900 98 ഞാൻ അഭിഷേകം പ്രാപിക്കുകയും സ്തോത്രം 1999 ഞാൻ സ്നാനപ്പെടുവാനിടയായി. സ്തോത്രം. ഞങ്ങൾ ബോയ്സ് ഹോണില് സ്തോത്രം ആദ്യമത്തെ സംഭവമാണ് സ്തോത്രം സ്നാനപ്പെടുന്നത്. സ്തോത്രം. കാരണം ആ സമയത്ത് അല്ലെങ്കിൽ 99 ജനുവരി മാസത്തിൽ സ്തോത്ര അവസാനത്തിൽ നടന്ന കൺവെൻഷൻ ഫെബ്രുവരി മാസം ഫസ്റ്റിലാണ്. ജനുവരി ലാസ്റ്റും ഫെബ്രുവരി ഫസ്റ്റും ഈ സമയത്ത് ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിന്റെ അവിടുത്തെ ബൈബിൾ ചർച്ചിന്റെ കൺവെൻഷൻ നടക്കുകയാണ്. ആ കൺവെൻഷനിൽ സ്തോത്രം ഞങ്ങൾ സ്നാനപ്പെടുവാനിടയായി. ആ ബോയ്സ് ഹോളിന്റെ ചരിത്രത്തിൽ ആദ്യമത്തെ സംഭവമാണ് സ്തോത്രം. അവിടുത്തെ പഠിക്കുന്ന കുട്ടികളിൽ സ്തോത്രം 5 പേര് സ്നാനപ്പെടുന്നു. ആ 5 പേരിൽ ഒരുവനായിരുന്നു. സ്തോത്രം. അങ്ങനെ സ്തോത്രം ക്രിസ്തീയ ജീവിതത്തിൽ എന്റെ ബാല്യത്തിൽ ഞാൻ കർത്താവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. സ്തോത്രം ഞാൻ അഭിഷേകം പ്രാപിച്ചു. സ്തോത്രം ഞാൻ സ്നാനപ്പെട്ടു. സ്തോത്രം. എന്റെ സ്കൂൾ വിദ്യാഭ്യാസം മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ 99 സ്തോത്രം SSC പരീക്ഷ എഴുതുവാൻ നിൽക്കുന്ന സമയത്ത് സ്തോത്രം എന്റെ കൂടെ പഠിച്ച ഒരു വിദ്യാർത്ഥി എന്നെ പരിഹസിച്ചപ്പോൾ ആ പരിഹാസത്തെ സ്തോത്രം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ സ്തോത്രം എന്റെ സഹോദരനെ എന്റെ കൂട്ടുകാരനെ ഞാൻ ഉപദ്രവിച്ചു. കൈവീശി അടിച്ചത് സ്തോത്രം അവന്റെ സ്തോത്രം കൺപോളയ്ക്ക് മുറിവുണ്ടാകുവാനും അതേ തുടർന്ന് സ്തോത്രം എന്നെ ഹോസ്റ്റലിൽ നിന്ന് ഞാനൊരു കുറ്റവാളി എന്ന പോലെ സ്തോത്രം മാറാൻ ഇടയായി തീർന്നു. എന്റെ അവിടുത്തെ ഹോസ്റ്റൽ വാർഡൻ മറ്റുള്ളവരെല്ലാം വന്ന് ഓടി നിന്ന് നോക്കി എന്റെ കയ്യിൽ ഇരുമ്പ് വടിയോ അല്ലെങ്കിൽ വളയോ ഇടിവളയോ അല്ലെങ്കിൽ മറ്റോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ നോക്കി. എന്റെ കയ്യിൽ പേനയോ അല്ലെങ്കിൽ മറ്റുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. എന്റെ കയ്യിൽ യാതൊന്നുമില്ല. കൈവീശി അടിച്ചത് അവന്റെ നെറ്റി മുറിയുവാനിടയായി. സ്തോത്രം. ഞാനൊരു കുറ്റവാളിയെ പോലെ ഞാൻ അവിടെ നിന്നു. ആ കൂട്ടുകാരനെ കൊണ്ട് ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ ചികിത്സിച്ചു. സ്തോത്രം. അവിടെ വെച്ച് സ്തോത്രം എനിക്ക് പോകേണ്ട സാഹചര്യം വന്നു. എന്റെ പിതാവിനെ അവിടുന്ന് കമ്പി അടിച്ച് സ്തോത്രം എന്റെ പിതാവിനെ വിളിച്ചു വരുത്തി. എന്നിട്ട് എന്റെ പിതാവിനോടൊപ്പം എന്നെ പറഞ്ഞു വിടുവായിരുന്നു. അവിടെ SSLC പരീക്ഷ എഴുതുന്ന സമയത്ത് ഇവിടെ വന്ന് എഴുതിയാൽ മതി. സ്തോത്രം. അങ്ങനെ ഞാൻ സ്തോത്ര ഹോസ്റ്റലിൽ പോകാതെ ഞാൻ എൻ്റെ മമ്മയുടെ സ്തോത്രം ഭവനത്തിൽ മമ്മയുടെ സഹോദരിയുടെ ഭവനത്തിന്റെ അടുത്ത് ആണ് ഈ സ്കൂള്. അങ്ങനെ ഞാൻ പഠിച്ചത് 5 സ്കൂളിലായിട്ടാണ് പഠിച്ചത്. എൻ്റെ
ഒന്നാം ക്ലാസ്സിൽ ഞാൻ തകഴിയിലും, 2ാം ക്ലാസ് മുതൽ പായിപ്പാട് പാമല എന്ന് പറയുന്ന സ്ഥലത്തും, സ്തോത്രം, 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ സ്തോത്രം ആഞ്ഞിരിത്താനത്ത് രാപ്പളം എന്ന് പറയുന്ന സ്കൂളിലും, 8, 9 നമ്മുടെ പായിപ്പാട് പൊടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തും, പിന്നെ 10ാം ക്ലാസ് കവിയൂര് സ്കൂളിലും പഠിക്കാനിടയായി. സ്തോത്രം, ഈ സ്കൂൾ ജീവിതയാത്രയിൽ സ്തോത്രം എന്റെ ജീവിതത്തിൽ നേരിട്ട മാനസികവും ശാരീരികമായ ക്ലേശങ്ങൾ. പലരുടെ മുൻപിൽ ഞാനൊരു നിന്ദാപാത്രമായി മാറി, പലരുടെ മുൻപിൽ ഞാനൊരു ചോദ്യചിഹ്നമായി മാറി. എന്നാൽ അതിന് നടുവില് സ്തോത്രം എന്നെ കണ്ട ഒരു കർത്താവ് എന്റെ സ്ഥിതിയെ മാറ്റിയത് കർത്താവ്. എന്റെ നാവിന്റെ ബന്ധനം അഴിക്കുവാനും എന്നെ സ്വതന്ത്രനാക്കുവാനും സ്തോത്രം എന്നെ നല്ലൊരു വ്യക്തിത്വം ഉടമയാക്കി മാറ്റുവാൻ കഴിഞ്ഞ കർത്താവ്. സ്തോത്രം, എന്റെ മേലെ ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ എന്റെ നാവിന്റെ കെട്ടഴിഞ്ഞ് മാറുവാൻ ഇടയായി. സ്തോത്രം. തുടർന്ന് അവൻ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ പിതാവ് എന്നോട് പറഞ്ഞു, മോനെ, ദൈവത്തിന് നിന്നെ കൊണ്ട് പ്ലാനുണ്ട്. സ്തോത്രം, നീ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിലൂടെ കടന്നുപോയി ലോകസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റു സ്തോത്ര രീതിയിൽ പോയാൽ മോനെ, നീ ഏത് നിന്നാണ് നീ ഇറങ്ങി തിരിച്ചതെന്ന് നീ ഓർക്കണം. സ്തോത്രം, നീ മറ്റുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി നീ ഇറങ്ങി തിരിച്ചാൽ നിന്റെ ബാല്യം മുതൽ നീ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് നീ ഓർത്തോണം. സ്തോത്രം. എന്നാൽ നീ കർത്താവിന് വേണ്ടി കർത്താവിന് വേല ചെയ്യുവാൻ നീ ഇറങ്ങി തിരിച്ചാൽ ദൈവം നിന്നെ മാനിക്കും. അല്ല, നീ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളിൽ നീ പോയാൽ നീ സീറോയാകും, നീ പരാജിതനായി തീരും. നിന്റെ ജീവിതത്തിൽ ആരും നിന്നെ തുണയായി ആരും കാണപ്പെടും. സ്തോത്രം, നിന്നെ വിടുവിച്ച, നിനക്ക് സംസാരശേഷി നൽകിയ, നിന്നെ സൗഖ്യമാക്കിയ, നിന്നെ രക്ഷിച്ച ഒരു കർത്താവുണ്ട്. ആ കർത്താവിന് വേണ്ടി നീ ജീവിക്കണമെന്ന്. സ്തോത്രം, ഓരോ സന്ദർഭങ്ങൾ, ഓരോ ഘട്ടങ്ങൾ കടന്നു പോകുമ്പോൾ എന്റെ പിതാവ് എന്നോട് പറയും. സ്തോത്രം. എന്നാൽ എന്റെ ഭവനത്തിലെ അന്നത്തെ സാമ്പത്തിക സ്ഥിതികൾക്ക് സ്തോത്രം, കാരണം ആ സമയത്ത് എന്റെ സഹോദരനും എന്റെ സഹോദരിയുടെ ഭർത്താവും അവരെല്ലാം കൂടെ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. ആ ബിസിനസ്സിൽ സ്തോത്രം ഞാനും ഹെൽപ്പറായി നിൽക്കാൻ തുടങ്ങി. സ്തോത്രം, അപ്പോൾ തന്നെ ഞാനും ചെറിയ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പിതാവ് പറഞ്ഞു, നിന്നെ വിളിച്ച വിളി ഇതല്ല. സ്തോത്രം, കർത്താവ് നിന്നെ വിളിച്ച് വേർതിരിച്ചതാ. നീ കർത്താവിന്റെ അഭിഷക്തനാണ്, നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങണം എന്നൊക്കെ പറയാനാണ്. സ്തോത്രം. അങ്ങനെ ഇരിക്കെ ദൈവദാസന്മാരിലൂടെ കേട്ട വചനം നിമിത്തം ഞാൻ എന്റെ ആഗ്രഹം എന്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ തുടർന്ന് ബൈബിൾ കോളേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ 2003 സ്തോത്രം ഞാൻ ബൈബിൾ കോളേജ് പഠിക്കാനായിട്ട്. സ്തോത്രം, അവിടെ പഠനം നടന്നുകൊണ്ടിരിക്കെ 2 വർഷം പഠിച്ചു. സ്തോത്രം, അതിന് ശേഷം ഞാൻ വീണ്ടും സ്തോത്രം നാട്ടിലേക്ക് വന്നു. 2 വർഷത്തെ പഠനം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്നിട്ട് സ്തോത്രം കർത്താവിന്റെ വേലയ്ക്ക് മുതിരുകയോ സുവിശേഷം പറയാൻ പോവുകയോ ചെയ്യാതെ ഞാൻ എൻ്റെ സഹോദരനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, സ്തോത്ര സഹോദരിയുടെ ഭർത്താവ് അലയെ ഹെൽപ്പ് ചെയ്തുകൊണ്ട്, സഹോദരിയെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. സ്തോത്രം. ഞങ്ങളുടെ അന്നത്തെ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ശക്തമായി എന്നോട് പറഞ്ഞു, നീ ഇറങ്ങിത്തിരിക്കുന്നില്ല എങ്കിൽ ദൈവം നിന്നെ സന്ദർശിക്കുന്നു. സ്തോത്രം. ഞാനത് ഒരു കളിതമാശയായിട്ട് ഞാനത് കണ്ട് ഞാൻ തള്ളി നീക്കി. സ്തോത്രം. അങ്ങനെ ഇരിക്കെ ബുധനാഴ്ച ഞങ്ങളുടെ ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥനയുണ്ട്. ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഞാൻ ഇരിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഒരു ദേവദാസൻ സ്തോത്രം എന്റെ ഭവനത്തിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സ്തോത്രം ഇറങ്ങിത്തിരിക്കുന്നില്ലെങ്കിൽ ദൈവം ചില അടികൾ തന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ തക്കണം അവിടെ ആയിരുന്നു. അങ്ങനെ സ്തോത്ര ഹല്ലേലൂയ, ദൈവത്തിന്റെ ആലോചന പല പ്രാവശ്യം കേട്ടു. സ്തോത്രം. അതേ തുടർന്ന് ഞാൻ വീണ്ടും സ്തോത്ര കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ സ്തോത്രം എന്റെ ഹൃദയത്തിൽ ഇടപെട്ടു. സ്തോത്രം വീണ്ടും ദൈവവചനം പഠിക്കാൻ പോകണം. അങ്ങനെ സ്തോത്രം ഞാൻ സ്തോത്രം
ഹരിപ്പാട് കരുവാറ്റ എന്ന് പറയുന്ന സ്തോത്രം ബൈബിൾ കോളേജില് ബേത്ലഹേം എഡ്യൂക്കേഷൻ സെന്റർ സ്തോത്രം അവിടെ പഠിക്കാനുണ്ട്, കടന്നു പോകാനുണ്ട്. അവിടെ പോയി സ്തോത്രം 3 വർഷം ദൈവവചനം പഠിച്ചു. അവിടെ പഠനത്തെ തുടർന്ന് സ്തോത്രം ശുശ്രൂഷയോടെ സ്തോത്രം എനിക്ക് ഇറങ്ങിത്തിരിക്കാൻ ഇടയായി തീർന്നു. പല മീറ്റിങ്ങുകളും അവിടെ വെച്ച് തന്നെ എനിക്ക് ലഭിക്കാനിടയായി. ആ പഠനം പൂർത്തീകരിച്ച ശേഷം എനിക്ക് എടത്തുവായില് സ്തോത്ര സഭാചാർജ് സ്തോത്രം ലഭിക്കാനിടയായി. സ്തോത്രം 18 വയസ്സിൽ ഞാൻ ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ സ്തോത്ര എന്റെ വിദ്യാഭ്യാസം അങ്ങനെ മുന്നോട്ട് കടന്നുപോയി. അങ്ങനെ എടത്തുവായില് സ്തോത്രം ഒരു പുതിയ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ചർച്ചില് സ്തോത്രം അവിടുത്തെ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് നിൽക്കെ സ്തോത്രം ഞാൻ 5 പ്രവർത്തനങ്ങൾ സ്തോത്ര ദേവദാസന്റെ കെയർ ഓഫിൽ 5 പ്രവർത്തന ഏരിയ എടുത്തു. അങ്ങനെ 5 പ്രവർത്തന ഏരിയയിൽ കടന്നുപോയി സ്തോത്രം ഞങ്ങൾ പ്രവർത്തനം ചെയ്യാനിടയായി. പ്രത്യേകിച്ച് കുട്ടികളുടെ ഇടയിലുള്ള ഒരു വർക്കായിരുന്നു സ്തോത്രം ഞങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്തത്. കാരണം സ്തോത്രം കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കുക, അതുപോലെ തന്നെ അവർക്ക് സ്തോത്രം അവരിലൂടെ ദൈവവചനം സൺഡേ സ്കൂളായിട്ട് അവർക്ക് എടുക്കുക, പിന്നെ ഒരു ചെറിയ ആരാധന നടത്തുക സ്തോത്രം. എന്നിട്ട് അവർക്ക് മധുര പലഹാരങ്ങളും ഡ്രിങ്ക്സും ഇതെല്ലാം കൊടുത്ത് സ്തോത്രം അവിടെ നിന്ന് പോരുക. ഇങ്ങനെ ഒരു പദ്ധതിയോടെ ഞങ്ങൾ കടന്നു പോകാനിടയായി. സ്തോത്രം ഇങ്ങനെ എടുത്തുവല്ല 5 ഇടങ്ങളിലായിട്ട് ഞങ്ങളിങ്ങനെ പ്രവർത്തനം ആരംഭിച്ചു. ശനിയാഴ്ച സ്തോത്രം 2 പ്രവർത്തനങ്ങള്, ഞായറാഴ്ച സ്തോത്രം ഉച്ച കഴിഞ്ഞ് 2 പ്രവർത്തനങ്ങള് സ്തോത്രം. അതുപോലെ തന്നെ വെള്ളിയാഴ്ച വൈകിട്ട് ഒരിടത്ത് സ്തോത്രം. ഇങ്ങനെ ഞങ്ങള് പല പ്രവർത്തനങ്ങൾ സ്തോത്രം ഇങ്ങനെ ക്രമീകരിച്ചു ഞങ്ങളിങ്ങനെ ചെയ്യുവാനിടയായി. എന്നിട്ട് ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് സ്തോത്രം അത് ഈ റിസൾട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രക്ഷിക്കപ്പെട്ട് സ്തോത്ര ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഫാമിലിയെ സ്തോത്രം ഞങ്ങൾ കൂടി വരുന്ന സഭയിലേക്ക് കൊണ്ടുവരും. സ്തോത്രം അവര് വണ്ടിക്കൂലി അവർക്ക് കൊടുക്കും. അവര് കടന്നു വരും. സ്തോത്രം അങ്ങോട്ടുള്ള വണ്ടിക്കൂലിയും ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലിയും അവരെ കൊടുത്തുകൊടുക്കും. സ്തോത്രം അങ്ങനെ ഇവർക്ക് സ്തോത്ര ആരാധന കൂടുവാൻ വേണ്ടി നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരുവാനിടയായി. അങ്ങനെ സഭയില് ആത്മാക്കൾ കടന്നു വരാനിടയായി. സ്നാനങ്ങൾ നടക്കാൻ തുടങ്ങി. സ്തോത്രം അവന്റെ 10ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞുങ്ങള്, അതുപോലെ തന്നെ സ്തോത്രം മറ്റു മുതിർന്നവര് സ്നാനപ്പെടാനിടയായി. ഇങ്ങനെ സ്തോത്ര കുട്ടികളുടെ ഇടയിൽ വർക്ക് ചെയ്ത നിമിത്തമായി ഈ റിസൾട്ട് വന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ സ്തോത്രം ഞങ്ങൾ ബീബീസ് അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങള് ഇതൊക്കെ ചെയ്യാനിടയായി. സ്തോത്രം ആ റിസൾട്ട് നിമിത്തം സ്തോത്രം ഞങ്ങൾക്ക് ധൈര്യത്തോടെ ഓരോ ഭവനങ്ങളിൽ കയറി ഇറങ്ങി സുവിശേഷം പറയാനായാലും പ്രാർത്ഥിക്കാനായാലും സ്തോത്രം അത് ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ഭവനങ്ങളിൽ കയറി ഇറങ്ങി സ്തോത്രം ഈ ലഘുലഘ കൊടുക്കാനോ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ ദൈവവചനം പറയാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഈ കുഞ്ഞുങ്ങളിലൂടെയുള്ള വർക്കിലൂടെ ഇടയായി തോന്നും. അത് തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ് എന്റെ വിവാഹം സ്തോത്രം നടക്കുന്നത്. അങ്ങനെ എന്റെ വിവാഹത്തിന് മുതിരാനുള്ള കാരണം ഞങ്ങളുടെ അവിടുത്തെ ദേവാസന പറയാനിടയായി. പക്ഷേ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഏകനായിട്ട് ഇരിക്കുന്നത് നല്ലതല്ല, വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ സ്തോത്ര എന്റെ പിതാവിന്റെ ഒരു സ്നേഹിതൻ പാലക്കാടുണ്ട്. ആ ദിവസമായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോ മോൻ ബൈബിള് പഠിച്ചാണെങ്കിൽ ഇങ്ങോട്ട് പോര്, ഇങ്ങോട്ട് വിട്, ഞാൻ ഇവിടെ സഭ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സഭ കൊടുക്കാനുണ്ട് പറഞ്ഞപ്പോ ഇത് കേട്ട് കഴിയുമ്പോൾ എനിക്കൊരാഗ്രഹം, അമ്മ അങ്ങനെ പോയാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഇവിടെ ആ ദിവസമായിട്ട് ഞാൻ ഷെയർ ചെയ്തു. അങ്ങനെ ഇരിക്കെ എന്റെ അവിടുന്ന് പാലക്കാടുന്ന് ആ ദേവദാസം പറഞ്ഞ്, മോൻ വിവാഹിതനാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, അയ്യോ വിവാഹിതനായിരിക്കണം, എന്നാലേ നമുക്ക് സഭാചാരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. സ്തോത്രം.
അങ്ങനെ ഇരിക്കെ ഞാൻ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ അമ്മ ഞാൻ നേരത്തെ കൂടിക്കൊണ്ടിരുന്ന സഭയിലെ അവിടുത്തെ ദൈവദാസനും പറഞ്ഞു അമ്മ സ്തോത്രം ഒരു വിവാഹമൊക്കെ കഴിക്കണം എന്നതിനെ കുറിച്ച് പറയാനിടയായിരുന്നു നിമിത്തം അന്ന് മുതലേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്തോത്രം നേരത്തെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിവാസനം പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ ഫീൽഡ് കഴിഞ്ഞ് നിങ്ങൾ ശുശ്രൂഷയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് സ്തോത്രം, നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. സ്തോത്രം ഇത് കേട്ട അന്ന് മുതലേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയുടെ ഫലമായി അമ്മ നിൽക്കുകയാണ്. എൻ്റെ സഹോദരൻ അമ്മ തിരുവല്ലായിൽ കടപ്രായ എന്ന് പറയുന്ന സ്ഥലത്ത് ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സഹോദരനെ കാണാനായിട്ട് ഞാൻ അവിടെ കടന്നുപോയി. അവിടെ വെച്ച് എൻ്റെ സഹോദരനുമായി കണ്ട് സംസാരിക്കുമ്പോൾ സഹോദരന്റെ കൂടെ പഠിക്കുന്ന ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി അവര് വിവാഹം നോക്കുന്നുണ്ട്, താല്പര്യമെങ്കിൽ പാസ്റ്റർ ബന്ധപ്പെടാമെന്ന് പറഞ്ഞു. ഞാൻ ആ പെൺകുട്ടിയെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു താഴെ ക്ലാസ് റൂമിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പെൺകുട്ടിയെ കാണാൻ വേണ്ടി ക്ലാസ് റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ ഇരിക്കുന്ന പെൺകുട്ടിയെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പെൺകുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ മേലോട്ട് കയറി വന്നു. മേലോട്ട് കയറി വന്നപ്പോൾ എന്റെ സഹോദരനോട് പറഞ്ഞു, എനിക്ക് ഈ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. കാരണം ഭയങ്കര വണ്ണമാണ്. അപ്പം എന്നോട് വെച്ച് അപ്പൊ ഏത് പെൺകുട്ടിയാ കണ്ടത് എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് താഴെ ക്ലാസ് റൂമിലുണ്ടെന്ന് പറഞ്ഞു. എന്റെ സഹോദരൻ വന്ന് നോക്കിയപ്പോൾ അവിടെ പഠിക്കാൻ വന്ന വേറൊരു പെൺകുട്ടിയായി. അപ്പം ഈ ബിൻസി ആ സമയത്ത് ബാത്റൂമിലാണ് പോയിരിക്കുകയാണ്. അപ്പം അവിടെ ഇരുന്ന ആ സഹോദരിക്ക് അത് വിവാഹം കഴിച്ചതാണ്. അവര് ഫാമിലി ആയിട്ട് അവിടെ പഠിക്കുന്നു. അപ്പൊ ഞാൻ ആ പുള്ളിക്കാരിയാ ചെന്ന് കണ്ടത്. അപ്പൊ ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് ഈ പെൺകുട്ടിയെ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ച് കടന്നു വരികയാണ്. സ്തോത്ര. എന്നാൽ എന്റെ സഹോദരൻ പറഞ്ഞ് ഇതല്ല, വേറൊരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി സ്തോത്രം ബാത്റൂമിൽ പോയതായിരിക്കുന്നു. എന്നിട്ട് ഈ വിഷയം ഞാൻ നേരെ എന്റെ പിതാവിനോട് ചെന്ന് പറഞ്ഞു. പിതാവിനോട് ഞാൻ ഇങ്ങനെ ഒരു വിഷയം ഞാൻ അഭിമുഖിച്ചു. ഞാൻ പെൺകുട്ടിയെ കണ്ടില്ല, ഇതുപോലെ അവിടെ പഠിക്കുന്നുണ്ട്, ഒരു പാസ്റ്റർ മോളാണ് എന്ന് ഞാൻ അറിയാനിടയത്. ദൈവഹിതമാണെങ്കിൽ നമുക്ക് നോക്കാം എന്ന് ഞാൻ ഇങ്ങനെ എന്റെ പിതാവിനോട് പറഞ്ഞു. അങ്ങനെ പിതാവ് എന്റെ സഹോദരൻ പഠിക്കുന്ന കോളേജിൽ വന്നു, പെൺകുട്ടിയെ കണ്ട് പെൺകുട്ടിയോട് ചോദിച്ചു, സ്തോത്രം താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ. അപ്പം പെൺകുട്ടി പറഞ്ഞ് എൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവിനോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ പിതാവും മാതാവും സഹോദരിയും സഹോദരങ്ങൾ അമ്മ ഇതിനെല്ലാം പോയി കണ്ടു, ഇഷ്ടപ്പെട്ട് അമ്മ സ്തോത്രം തുറന്ന് ഞാൻ പെണ്ണിനെ കണ്ടിട്ടില്ല, എന്നെ പെണ്ണ് കണ്ടിട്ടുമില്ല. അങ്ങനെ സ്തോത്രം ഞാൻ കാണാനായിട്ട് എൻ്റെ സഹോദരൻ കുടുംബവുമായിട്ട് ഞങ്ങൾ കടന്നു ചെന്ന് കാണാനിടയായി. അങ്ങനെ സ്തോത്ര കാര്യങ്ങൾ സംസാരിച്ചു. ചില മാസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ അമ്മ സ്തോത്രം ജനുവരി മാസത്തില് എൻ്റെ വിവാഹം നടക്കുവാനിടയായി. സ്തോത്രം ജനുവരി മാസം 14-ാം തീയതി എൻ്റെ വിവാഹം നടന്നു. അമ്മ സ്തോത്രം അന്ന് മുതൽ ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയിലായിരുന്നു. സ്തോത്ര കർത്താവിന്റെ വേലയിൽ അമ്മ സ്തോത്രപ്പെടും. ഞങ്ങള് പാലക്കാട് ഞാൻ പോകാനിരിക്കെ അമ്മ സ്തോത്രം എനിക്ക് തരാമെന്ന് പറഞ്ഞ ചർച്ച് എനിക്ക് തന്നില്ല. സ്തോത്രം അപ്പോൾ തന്നെ ഞാൻ എടുത്തുപോലെ അമ്മ സ്തോത്രം ചർച്ച് വിട്ടു. സ്തോത്രം എനിക്ക് അവിടെ ചർച്ചില്ല, എനിക്ക് പാലക്കാട് ചർച്ചില്ല. സ്തോത്രം അങ്ങനെ ഇരിക്കെ എന്റെ ഫാദറിലോ പറഞ്ഞ് സ്തോത്രം ഇവിടെ ശാലേം പറയുന്ന ഒരു ചർച്ച ഉണ്ട്, അമ്മ ആ സഭയുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് നോക്കുന്നു. സ്തോത്രം ഞാൻ എങ്ങും ബന്ധപ്പെടാതെ നിൽക്കെ എന്റെ പിതാവ് പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ സഭയുമായിട്ട് ബന്ധപ്പെട്ടു. ഞാൻ അതിനും താല്പര്യപ്പെട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ എൻ്റെ സ്തോത്രം എൻ്റെ ഒരു സ്നേഹിതൻ എടുത്തുപോലുള്ള ഒരു അമ്മ ദേവദാസൻ എന്നോട് പറഞ്ഞു, സ്തോത്രം പാസ്റ്റർ സഭാചാരം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പർ തരാം, ആ ദേവദാസനുമായിട്ട് കോണ്ടാക്ട് ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ സ്തോത്രം ഞാൻ ആ ദേവദാസന്റെ
ആ വാക്കിന്റെ ആ നമ്പർ ഞാൻ വാങ്ങിച്ചു. അങ്ങനെ കട്ടപ്പനയിലുള്ള സ്തോത്രം ഒരു പ്രസ്ഥാന ദൈവസഭയായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചാണ്. ആ സഭയുമായി ഞാൻ ബന്ധപ്പെടുവാനും ആ ദേവദാസ് പറഞ്ഞ പെരുമ്പാവൂര് സ്തോത്രം കുറുപ്പമ്പടിക്കടുത്ത് ഒരു പ്രവർത്തനമുണ്ട്. അവിടെ പാസ്റ്റർ ഇല്ല, അവിടെ പോയി ശുശ്രൂഷിക്കാമോ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയാം അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുറുപ്പമ്പടിക്ക് പറളേക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കടന്നുപോയി. സ്തോത്രം അവിടെ കർത്താവിന്റെ വേല ചെയ്തു. അവിടെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സ്തോത്രം അവിടെ ഒരു ഫാമിലി സ്തോത്രം അവർ കുടുംബമായിട്ടേ ഉള്ളായിരുന്നു. പിന്നീട് സ്തോത്രം പലരും അവിടെ കടന്നു വരാനിടയായി. അങ്ങനെ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക, സഭയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുക സ്തോത്രം എന്റെ ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാകുമെന്നിടയായി. ആ ആക്സിഡന്റിനെ തുടർന്ന് സ്തോത്രം അപ്പോൾ തന്നെ അവിടുത്തെ ശുശ്രൂഷകൻ വേറൊരാളെ സ്തോത്രം അവിടെ ആക്കാനാണ് ഇടയായി, പകരക്കാരനായിട്ട്. സ്തോത്രം പിന്നീട് ഞാൻ ആ പകരക്കാരനെ മാറ്റിയിട്ട് ഞാൻ അവിടെ വീണ്ടും ഇരിക്കാൻ ആഗ്രഹിച്ചില്ല. ഞാൻ പുതിയ വേറൊരു പ്രവർത്തനം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ അവിടെ നിൽക്കെയാണ് സ്തോത്രം ഞങ്ങളുടെ ഭവനം സ്തോത്രം ഈ പെരുമ്പാവൂരിലേക്ക് ഞങ്ങൾ വരുന്നതിന് മുൻപ് എൻ്റെ സഹോദരിയുടെ ജീവിതത്തില് ചില വിഷയങ്ങളുണ്ടായി. ആ വിഷയമുണ്ടായെന്ന് പറഞ്ഞാൽ സ്തോത്രം എൻ്റെ സഹോദരിയുടെ ഭർത്താവ് സഹോദരിയെ ഉപേക്ഷിച്ച് പോയി. സ്തോത്രം ജീവിതത്തിൽ അദ്ദേഹത്തിന് സ്തോത്രം വളരെ മാനസികമായി ശാരീരികമായി ക്ലേശങ്ങൾ അഭിമുഖീകരിച്ചു. സ്തോത്രം ഒത്തിരി മാനസിക ക്ലേശങ്ങളും സംഘർഷങ്ങളും ഉണ്ടായപ്പോൾ ഞങ്ങള് സഹോദരിയെ ചേർത്ത് പിടിച്ചു നിർത്തി. ആ സന്ദർഭത്തിൽ സ്തോത്രം ഞങ്ങളുടെ നാട്ടില് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പലരുടെ മുമ്പിൽ കൊട്ടാനും പാടാനും നിങ്ങൾ പോയി ഇറങ്ങി തെറിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതാണോ എന്ന് ചോദിച്ചു പലരും അപമാനിക്കാനിടയായി. ആ അപമാനത്തെ തുടർന്ന് എൻ്റെ അപ്പന്റെ സഹോദരങ്ങളുടെ ഇടയിലും എൻ്റെ അമ്മയുടെ സഹോദരങ്ങളുടെ ഇടയിലും ഇതേ സംബന്ധമായ ഒരു ചോദ്യചിഹ്നം വന്നപ്പോൾ ഒരു നാണക്കേട് ഭവിച്ച സന്ദർഭത്തിൽ സ്തോത്രം എൻ്റെ പിതാവ് പറഞ്ഞത് നമുക്ക് ഇവിടെ നിന്നും അമ്മ മാറാം എന്ന് പറഞ്ഞ് തഴിയിലെ സ്ഥലം ഞങ്ങൾ വീട് സ്ഥലം എല്ലാം വിറ്റു. സ്തോത്രം ആ വീട് സ്ഥലം വിറ്റ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സ്തോത്രം മാറി താമസിക്കാനിടയായി. അങ്ങനെ അവിടുന്ന് മാറി താമസിക്കുക ഞങ്ങൾ ഇടത്തുവഴി വന്ന് ഞങ്ങൾ താമസിച്ചു, വാടകയ്ക്ക് താമസിച്ചു. അവിടെ വെച്ചാണ് ഞങ്ങൾ വിവാഹം കഴിക്കുന്നത്, എൻ്റെ വിവാഹം നടക്കുന്നത്. അവിടുന്ന് എൻ്റെ സഹോദരിയെ സ്തോത്രം ഞങ്ങള് പെരുമ്പാവൂരിലേക്ക് ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ എൻ്റെ സഹോദരി കുടുംബവും എൻ്റെ പിതാവും കൂടെ പറഞ്ഞു സ്തോത്രം ഈ വിറ്റ സ്ഥലത്തിന്റെ പൈസ കയ്യിലുണ്ട്, സ്തോത്രം ഇതുമായിട്ട് പെരുമ്പാവൂരിലേക്ക് മാറാം. അവിടെ സ്തോത്രം എൻ്റെ പപ്പയുടെ ഉപ്പാപ്പൻ, അതായത് പപ്പയുടെ അപ്പന്റെ അനിയൻ കുടുംബമായിട്ട് അവർ താമസിക്കുന്നു. അവര് സ്തോത്രം താമസിക്കുന്ന ഏരിയയില് സ്തോത്രം സ്ഥലം വാങ്ങിച്ച് അവർ താമസിക്കാം. അങ്ങനെ സ്തോത്രം ഞങ്ങള് പെരുമ്പാവൂരിലേക്ക് താമസിച്ചു. അവിടെ പപ്പയും കുടുംബവും അവർ താമസിക്കുമ്പോൾ ഞാൻ ഈ പെരുമ്പാവൂര് പ്രളയക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് ശുശ്രൂഷിക്കാനിടയായി. സ്തോത്രം അങ്ങനെ അവിടുത്തെ പ്രവർത്തനത്തിന് ശേഷം എനിക്ക് ഈ ആക്സിഡന്റ് ഉണ്ടാകുകയും അതേ തുടർന്ന് ഞങ്ങൾ സ്തോത്രം അവിടുന്ന് മാറി കുറ്റിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടപ്പടിക്കടുത്ത്, അതായത് കോതമംഗലത്തിന് അടുത്ത സ്ഥലമാണ്. അവിടെ സ്തോത്രം ഒരു ദേവദാസനോട് പറഞ്ഞു അവിടെ നിങ്ങൾ പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അവിടെ ഒരു ഭവനം, ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവരെ മുഖാമുഖമായി കണ്ടുകൊണ്ട് സ്തോത്രം ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. ചില സന്ദർഭത്തിൽ ഞാനും വൈഫും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ മുഖാമുഖമായി അവരെ കണ്ട് ആരാധിക്കാൻ തുടങ്ങി. ഞാൻ എടത്തുവയിൽ ചെയ്ത ശുശ്രൂഷ അതേപോലെ ഒരു മെത്തേഡ് ഈ കോതമംഗലത്ത് കുറ്റിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ കുട്ടികളുടെ ഇടയിൽ ഒരു പ്രവർത്തനം ചെയ്യുവാനിടയായി. എല്ലാ ശനിയാഴ്ചയും നിങ്ങൾ കടന്നു വരണം. എല്ലാ ശനിയാഴ്ചയും ഒരു BBS പോലെ ഒരു ക്ലാസ്, പാട്ട് പഠിക്കാം, അതുപോലെ തന്നെ മറ്റുള്ള ഗെയിം, ഇതൊക്കെ എല്ലാം ഉണ്ട്, നിങ്ങൾ കടന്നു വരണമെന്ന് പറഞ്ഞു.
അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ ശനിയാഴ്ച കടന്നു വരും. അവർ ട്യൂഷൻ എന്ന് പറഞ്ഞാൽ വരുന്നത്, പക്ഷെ അവർക്ക് ട്യൂഷൻ അല്ല എടുക്കുന്നത്, ഞങ്ങൾ സൺഡേ സ്കൂളാണ് എടുക്കുന്നത്. ദൈവവചനം അമ്മ പറഞ്ഞു കൊടുക്കും, അപ്പോൾ തന്നെ കഥകൾ പറഞ്ഞു കൊടുക്കും, പാട്ടുകൾ പഠിപ്പിക്കും. അങ്ങനെ കുട്ടികളുടെ പ്രവർത്തനം അവിടെ ചെയ്തു. അങ്ങനെ ഇരിക്കെ സ്തോത്രം അവിടുന്ന് അവിടെ വിശ്വാസം കടന്നു വരുവാനിടയായി. അതേ തുടർന്ന് അവിടുന്ന് അവിടുത്തെ ദേവദാസന് അത് ഏറ്റെടുത്ത് ചെയ്യുവാൻ ആഗ്രഹം വന്നപ്പോൾ ഞങ്ങള് ആ ദേവദാസനെ വിട്ടുകൊടുത്തിട്ട് ഞങ്ങള് നേരെ ചെങ്ങന്നൂരിന്റെ പ്രദേശത്ത് കടന്നു വന്നു. ഇവിടെ വന്നപ്പോൾ സഭയില്ല, പ്രവർത്തനമില്ല. സ്തോത്രം വീട്ടുകാരുടെ ഇടയിലും ചാർച്ചക്കാരുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും എല്ലാവരുടെ ഇടയിലും ഒരു ചോദ്യചിഹ്നമായി മാറി. അങ്ങനെ ഇരിക്കെ സ്തോത്രം അമ്മ സഭാചാരം എടുക്കുന്നില്ലേ, അല്ലെ സഭാചാരത്തിലെ അമ്മ സ്തോത്രം എന്റെ കൊച്ചിനെ അമ്മയെ കൊണ്ട് കാടുകുഴിയിലാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ബന്ധുക്കളും ചാർച്ചക്കാരും എല്ലാവരും എന്റെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുവാനും വൈഫിന്റെ മാതാപിതാക്കളെ ഇവരെല്ലാം കുറ്റപ്പെടുത്താനിടയായി. അങ്ങനെ സ്തോത്രം പലരുടെ ഇടയിൽ ഞങ്ങളൊരു ചോദ്യചിഹ്നമായി, ഞങ്ങൾ അപമാനതയായി. അങ്ങനെ വന്നപ്പോൾ ഞാനും വൈഫും കൂടെ ദിവസം അമ്മയെ പ്രാർത്ഥിക്കാനിടയായി. കർത്താവ്, ഞങ്ങൾക്കൊരു സഭ വേണം, ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. അങ്ങനെ എന്റെ ഫാദറിനോടും മദറിനോടും കൂടെ ആരാധനയ്ക്ക് അവിടെ സഭയിൽ പോകും. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ്, ഞങ്ങൾക്കൊരു സഭ വേണം. അങ്ങനെ അമ്മ പ്രാർത്ഥനയുടെ ഫലമായി ഒരു ദേവദാസൻ എന്നോട് വന്ന് പറഞ്ഞു. ഞാനൊരു മീറ്റിങ്ങിന് കടന്നുപോയി കായംകുളത്ത്. ആ മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അവിടുത്തെ ശുശ്രൂഷ ആ ദേവദാസന് ബോധിപ്പിച്ചപ്പോൾ ആ ദേവദാസൻ പറഞ്ഞ്, പാസ്റ്റർ, നിങ്ങൾക്ക് സഭ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അമ്മ ചർച്ച കൂടെ നിൽക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറയും താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ ചർച്ച കൂടെ ഓവർസീവറുമായിട്ട് ഞാൻ സംസാരിക്കാം, അവരുടെ പാസ്റ്റർ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കെ നമ്മുടെ അന്നത്തെ ഓവർസീവറായിരുന്ന ജെയിംസ് സാറ് സ്തോത്രം ഈ ദേവദാസൻ വിളിച്ചു പറഞ്ഞു, ഇന്നപോലെ ഒരു ദേവദാസനുണ്ട്, നല്ല ശുശ്രൂഷയാണ് എന്ന് പറഞ്ഞു. എന്നെ പരിചയപ്പെടുത്താറുണ്ട്. എനിക്ക് ഫോൺ തന്നു. ഞങ്ങൾ ഓവർസീവറുമായിട്ട് ഞാൻ സംസാരിച്ചു. ബാസ് പറഞ്ഞ് നാളെ ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഓഫീസിൽ വന്നപ്പോൾ ബാസ്റ്ററിനെ കണ്ടു പറഞ്ഞു, ബാസ്റ്ററെ എന്റെ പേര് നാളെ എല്ലാം ചോദിച്ചു കഴിഞ്ഞു പറഞ്ഞു. ബാസ്റ്ററെ എന്റെ കൂടെ നീന്തോ, സ്തോത്രം എനിക്ക് ബാസ്റ്ററെ ഞങ്ങളോട് നിൽക്കാൻ താല്പര്യമുണ്ട്, ബാസ്റ്റർ നിങ്ങൾ സഭ തരാം, പ്രവർത്തനം തരാമെന്നൊക്കെ പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ബാസ്റ്റർ ഈ വരുന്ന ആഴ്ച എവിടെയും സഭയായിട്ട് അംഗത്വം എടുത്തോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയെങ്കിൽ ചർച്ച കൂടെ വേണ്ട ഒരു അംഗത്വം എടുക്കണം. സ്തോത്രം ഞാൻ പറഞ്ഞ വെൺമണി സഭയില് ഞാൻ അംഗത്വം എടുക്കണം. അപ്പൊ അവിടുത്തെ വെൺമണി സഭയിലെ അവിടുത്തെ സ്തോത്രം സെക്രട്ടറി ആയിരുന്ന അച്ഛന് അവിടുത്തെ ഓഫീസിലെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ അച്ഛനെ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറയാൻ കണ്ടിട്ടുണ്ട്, എനിക്കറിയാമെന്ന് പറഞ്ഞു. സ്തോത്രം അങ്ങനെ ആ അച്ഛനെ സംബന്ധിച്ചു. അങ്ങനെ വെൺമണി സഭയിലെ അംഗത്വം എടുത്തു. സ്തോത്രം അവിടെ എന്നോട് പറഞ്ഞു, ഈ ആഴ്ചയില് വെൺമണി സഭയിൽ പോകണം, അടുത്ത ആഴ്ച മുതൽ സ്തോത്രം തേവലക്കര എന്ന സഭയിലെ പാസ്റ്റർ സ്തോത്രം ഗൾഫിലേക്ക് പോവുകയാണ്. അവിടെ 4-5 മാസം അവിടുത്തെ ശുശ്രൂഷകനായിട്ട് പകരക്കാരനായി നിൽക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി നിന്ന് അവിടെ ശുശ്രൂഷ കഴിഞ്ഞു. അത് അവിടുത്തെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീർന്നു. അതേ തുടർന്ന് അവിടുത്തെ ദേവദാസൻ തിരികെ വന്നപ്പോൾ ഞാൻ എനിക്ക് സഭയ്ക്ക് വേണ്ടിയുള്ള ലെറ്റർ ഞാൻ കൊടുത്തു. എനിക്ക് കിട്ടിയത് കാസർഗോഡാണ്. കാസർഗോഡ് പോകാനായിട്ട് ഞാൻ ഒരു പ്രയാസം കാണിച്ചത് എൻ്റെ ഫാദറിലോ മദറും ശാരീരിക ക്ലേശങ്ങളുള്ള വ്യക്തികളാണ്. ശ്വാസമുട്ടലും അതുപോലെ മറ്റുള്ള ശാരീരിക പ്രയാസങ്ങളുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും പ്രയാസം വന്നാലോ അവിടുന്ന് ഓടി വരാനോ ശുശ്രൂഷിക്കാനോ കഴിയത്തില്ല. ഏക മകളാണ്. അതുകൊണ്ട് ഞാൻ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യത്തേക്ക് ട്രാൻസ്ഫർ സമയത്തേക്ക് നമുക്കൊരു സഭ നോക്കാം, ഇപ്പൊ പാസ്റ്റർ നമ്മെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ പുതിയ പ്രവർത്തനം എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ തേവലക്കര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പരസ്യയോഗവും ഭവന സന്ദർശനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പന്തളത്ത് ഞാൻ ഒരു പുതിയൊരു പ്രവർത്തനം ചെയ്യാനിടയായി. ജാതികളുടെയാണ്, മുസ്ലിമും ഹിന്ദുക്കളും ഏറി തിങ്ങിപ്പാർക്കുന്ന ഒരു ദേശമാണ്.
അവിടെ ഞാൻ പുതിയ പ്രവർത്തനം ചെയ്തു. പുതിയ പ്രവർത്തനം ചെയ്തപ്പോൾ അവിടെ ആ വർഷത്തിൽ തന്നെ എനിക്ക് 6 ഫാമിലിയെ കർത്താവ് തരാനിടയായി. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ച് സ്തോത്രം. പ്രവർത്തനത്തിന്റെ ഫലമായിട്ട്, പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒരു ഫാമിലി മുന്നോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങൾക്ക് ആരാധന ആലയത്തിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം സ്ഥലം തരാം എന്ന് പറഞ്ഞു. അങ്ങനെ സ്തോത്രം ഞങ്ങൾക്ക് 6 സെന്റ് സ്ഥലം സ്തോത്രം ഞങ്ങൾക്കൊരു ഭവനം തരാനിടയായി. സ്തോത്രം. ആ ഭവനത്തിലെ ഒരൊറ്റ മോനാണ്, വിദേശത്തായിരുന്നു. ആ മോന്റെ ആഗ്രഹം പറഞ്ഞു, ആ ദേവദാസന് സ്ഥലം കൊടുക്കുകയാണെങ്കിൽ സ്തോത്രം നിങ്ങൾ വിലയ്ക്ക് കൊടുക്കരുത്, സ്തോത്രം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കൊടുത്തിരണം. അങ്ങനെ സ്തോത്രം എനിക്ക് സ്ഥലം ഞങ്ങൾക്ക് നൽകാനിടയായി. 6 സെന്റ് സ്ഥലം നമുക്ക് ലഭിച്ചു. ആ സ്ഥലത്ത് സ്തോത്രം ആരാധനാലയം പണിയുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഇവിടുത്തെ പ്രവർത്തന മേഖലകളൊക്കെ ദൈവം വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവം അതിശയമായി നടത്തുന്നു. സ്തോത്രം. എന്റെ കർത്താവ് ഒരു നന്മയ്ക്കും മുടക്കം വരാതെ സ്തോത്രം ഇന്ന് ഞങ്ങളുടെ പന്തളത്ത് സ്തോത്രം ചർച്ചകോടില് സ്തോത്രം മറ്റുള്ള ദേവദാസന്മാരുടെ ഇടയിൽ സ്തോത്രം ദൈവം എന്നെ അഭിമാനത്തോടെ നിർത്തുവാൻ, ബലത്തോടെ നിർത്തുവാൻ ദേവദാസന്മാരോട് ചേർന്ന് ഞങ്ങളോട് ചേർന്ന് നിന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനൊക്കെയും അവസരങ്ങൾ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ചർച്ചകളില് സ്തോത്രം അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷകനായിട്ട് കർത്താവ് എന്നെ നിർത്തുന്നു. സ്തോത്രം. ഞാൻ അതിന് അഭിമാനം കൊള്ളുന്നു. ഈ അവസരങ്ങൾ സ്തോത്രം, ഈ സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ പരാജയങ്ങൾ ഏൽക്കാതെ സ്തോത്രം ഞങ്ങളെ ദൈവം നിലനിർത്തുന്നു. ദൈവത്തിന്റെ കൃപയോർത്തുന്നു ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്ന കർത്താവിന്റെ അഭിഷക്തനായിരിക്കുന്ന ദാനിയൽ ജോൺ പാസ്റ്ററോടുള്ള നന്ദിയെ ഇത്തരയിൽ ഞാൻ ഓർക്കുന്നു. അരോമ ടിവിയിലെ പ്രേക്ഷകരായിരിക്കുന്ന ഏവരോടും എന്റെ നന്ദിയെ ഞാൻ ഈ തരയിൽ ഓർക്കുകയാണ്. ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെയും കുടുംബത്തെയും ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ പാസ്റ്റർ ജോൺസൺ തോമസ്. ദൈവസന്നിധിയിലെത്താത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവദാസനെയും കുടുംബത്തെയും പ്രവർത്തനങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് പിന്നെയും അവസരങ്ങൾ ഒരുക്കി പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിന്റെ ദാസനെ ഒരു നിമിഷം ഒരു വാക്കിലെ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ അടിയന്റെ ജീവിതത്തിലെ ദൈവമേ കർത്താവ് അനുഭവങ്ങളെ, ദൈവമേ കർത്താവ് എന്റെ ബാല്യം മുതൽ ഇന്ന് വരെയും ദൈവമേ കർത്താവ് സ്തോത്രം നേരിട്ട ദൈവമേ വിഷയങ്ങളെ കുറിച്ച് ദൈവമേ കർത്താവ് സ്തോത്രം ദൈവമേ കർത്താവ് ആരോമ ദൈവമേ TV ചാനലുമായി ദൈവമേ കർത്താവ് പങ്കുവയ്ക്കുവാൻ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹത്തിനും വിടുതലും കാരണമായി തീരുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കണം. ദൈവമേ കർത്താവിന്റെ ദാസൻ ദാനിയേൽ പാസ്റ്ററുമായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ അഭിഷേകത്തിനെ ഇവിടുന്ന് മാനിച്ചാട്ടെ. ദൈവമേ കർത്താവ് സ്തോത്രം. ദൈവമേ കർത്താവ് ഈ ചാനലില് ദൈവമേ കാണുന്ന ഓരോ അഭിഷേക്തന്മാരെയും ഓരോ ദൈവ മക്കളെയും ദൈവമേ കർത്താവ് സ്തോത്രം ഏവരുടെയും ജീവിതത്തില് യേശുക്രിസ്തുവിലൂടെയുള്ള വിടുതല്, ആശ്വാസം, അനുഗ്രഹവും പ്രാപിപ്പാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ കർത്താവ് സ്തോത്രം ഏവരെയും ക്രിസ്തുവിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ അഭിഷേകത്തിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ദൈവമേ കർത്താവ് ഇന്ന് സ്തോത്രം അറിയിച്ച ദൈവമേ കർത്താവ് സാക്ഷ്യം ഓരോ ജീവിതങ്ങളിലും വിടുതലും അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കണമേ. പ്രാർത്ഥനയാചനയും കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കൃപയോട് കേട്ടുത്തരം മരണമേ. ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺസൺ തോമസ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിനുണ്ട് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുവാൻ കടന്നു വന്നതിന് കർത്താവിന്റെ ദാസനോട് കുടുംബാംഗങ്ങളായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിനുണ്ട് ഏറെ പ്രയോജനപ്പെടുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളോടതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം ഇവിടെ മോഹാന്തരമായി തീരുമല്ലോ. മാത്രമല്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. അതുപോലെ ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്.
അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് വീണ്ടും കേൾക്കപ്പെടുകയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com